ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നേരത്തെ ചെറിയൊരു ടെക്നിക്കൽ എറർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് എല്ലാം ക്ലിയർ ആണല്ലേ? എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അപ്പോൾ കമന്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, നേരത്തെ ഒന്നും ക്ലിയർ ആയിരുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈലിൽ കയറി നോക്കി, അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്യാമറേൻ്റെ മൈക്കിൻ്റെ എന്തോ ഒരു പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ ലൈവിലാണ് ശരിയായത് കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, പാർട്ട് 1 കാര്യങ്ങൾ, ബേസിക്സ് കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കിയിട്ട് വരണം. കാരണം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്സ് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ജസ്റ്റ് ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഒന്ന് കമന്റ് ഇടുക. ചിലപ്പോൾ പഴയ ലൈവ് അല്ല, പുതിയ ലൈവ് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഹോം പേജിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ വർത്താനൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി, ഇതൊന്നും ചെയ്ത് നോക്കി ഫസ്റ്റ്. ശരി, നമുക്കൊരു 10 മിനിറ്റ് ഓൾറെഡി മിസ്സായി പോയി. എന്നാലും നോക്കാം. ശരി, നല്ല നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. നല്ല നല്ല ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് വലിയ ടഫ് ക്വസ്റ്റ്യൻ ആക്കി എടുക്കേണ്ട. കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് കുഴക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റേഷ്യോ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു റേഷ്യോ എന്ന് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന് ധാരണ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ NTPC അല്ലെങ്കിൽ ഗ്രൂപ്പ് D, RRPF പോലത്തെ RRB പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതിനുള്ള നല്ല ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഇത് വെച്ചിട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് ഡിസ്കസ് ചെയ്യണം. ആരുമില്ല, ആരും കമന്റ് ചെയ്യുന്നില്ല. ഓക്കെ, കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല അല്ലെ? ചോദ്യം എന്താ? ₹2430 is divided among 3 persons A, B and C such that if their shares are diminished by ₹5, 10, 50, then remaining shall be the ratio 3:4:5. Find the share of C. വിഷ്ണു D എന്ന് പറയുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? സർ, സ്ക്രീൻ കുറച്ച് മാക്സിമൈസ് ചെയ്യാവോ? ഇത് മാക്സിമം ആണ് കേട്ടോ. ഇനി ഇത് വലുതായി കഴിഞ്ഞാൽ ഒന്നും കാണൂല. ഓക്കെ, D എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ 2430 ടോട്ടൽ ഉള്ളത്. ഈ 2430 ഈ 3 പേർക്കും A, B, C ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സാധാരണഗതിയിൽ നമുക്ക് ചോദ്യം എങ്ങനെ ഉണ്ടാവുക? ഒരു വാല്യൂ തരും, ആ വാല്യൂ ഇവർക്ക് 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് നമുക്ക് ഈസി ആയിട്ട് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. എന്റെ കയ്യിൽ നിന്നും 5 രൂപയും ബിന്റെ കയ്യിൽ നിന്ന് 10ഉം സിന്റെ കയ്യിൽ നിന്ന് 15ഉം കുറച്ച് കഴിഞ്ഞാൽ ഏത് റേഷ്യോയിലായിരിക്കണം? എന്താ ഈ കാണുന്ന 3:4:5 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കണം. അങ്ങനെ വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് 5 കുറയ്ക്കുക അല്ലെ, ബിന്റെ കയ്യിൽ നിന്ന് 10 കുറയ്ക്കുക, സിന്റെ കയ്യിൽ നിന്ന് 15 കുറയ്ക്കുക. ഇങ്ങനെ 3 പേരുടെ കയ്യിൽ നിന്ന് 5, 10, 15 കുറച്ചാൽ ടോട്ടൽ എത്ര കുറയും? ടോട്ടൽ നമുക്കറിയാം 5 + 10 + 15, ടോട്ടൽ 30 അല്ലെ. അപ്പൊ ടോട്ടൽ 30 കുറയും. ഇനി ബാക്കിയുള്ള എത്രയാണ്? 2430. 30 കുറച്ചാൽ ബാക്കി 2400 അല്ലെ. ഈ 2400 ഈ 3:4:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്താൽ മതി? 5ഉം 10ഉം 15ഉം ആഡ് ചെയ്ത് കൊടുത്താൽ. അതാണ് ചോദ്യം കേട്ടോ. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5ഉം 10ഉം 15ഉം ഡിവൈഡ് ചെയ്ത് ഏത് റേഷ്യോയിലായിരിക്കണം? 3:4 ആയിരിക്കണം, 4:5 ആയിരിക്കണം. നമ്മൾ നേരെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ 5ഉം 10ഉം 15ഉം ഈ ടോട്ടലിൽ മാറ്റി വെക്കുക. ബാക്കി എത്രയാണ്? 2400 ഉണ്ടാവും അല്ലെ. 2430 ഈ 30 കുറച്ച് 2400 ഉണ്ടാവും. ഈ 2400 3:4:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 3:4:5 എന്ന് പറയുമ്പോൾ എന്ത് വരണം? ടോട്ടൽ 3 + 4 + 5 എന്ന് പറഞ്ഞാൽ 12 യൂണിറ്റ് ആണ് ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 2400. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 12 × 2 ആണ് 24, പിന്നെ 2 0 കൂടെ അല്ലെ. അപ്പൊ 12 × 200 ആണ്. ഇനി ഈ 3 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 3 × 200 600. നമുക്ക് ഇവിടെ ഏതാ കാണേണ്ടത്? അത് മാത്രം നമുക്ക് കണ്ടാൽ മതി അല്ലെ. ഫൈൻഡ് ദ ഷെയർ ഓഫ് ഷി, അതാ ഷെയർ ഓഫ് സി ആണ്. സിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 യൂണിറ്റ് അല്ലെ. 5 × 200 എത്രയാണ്? 1000. അപ്പൊ 1000 അല്ല ഇവിടെ ഉത്തരം. 1000 എന്ന് പറഞ്ഞാൽ ഈ 5ഉം 10ഉം 15ഉം ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ 600ഉം 1000ഉം. പിന്നെ ബിന്റെ എത്രയാണ്? 4 800 കേട്ടോ. ഈ 600ഉം 1000ഉം 800 ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ 5ഉം 10ഉം 15ഉം കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ്. ശരിക്കും സീന്റെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സീന്റെ എന്ന് പറഞ്ഞാൽ 1000 അല്ല, ഈ 1000ത്തിലേക്ക് എന്തും കൂടെ കൂട്ടണം, ഈ 15ഉം കൂടെ കൂട്ടണം. അപ്പൊ 1015 സീന്റെ വാല്യൂ. ഇനിയിപ്പോ ബിന്റെ ആണ് ചോദിച്ചെങ്കിലോ, ബിന്റെ നമുക്കറിയാം 4 യൂണിറ്റ് പറഞ്ഞാൽ 800. ബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കുറച്ചുള്ളത്? 10 ആണ്. അപ്പൊ ബിന്റെ വാല്യൂ ശരിക്കും എന്ന് പറഞ്ഞാൽ 800 അല്ല 810 വരും. എന്റെ വാല്യൂ ശരിക്കും 600 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ശരിക്കും 600 അല്ല, എത്രയാണ്? 5 കൂടെ കൂട്ടണം. അപ്പൊ 605 ആണ് കേട്ടോ.
605 എന്റെ വാല്യൂ, ബിന്റെ വാല്യൂ 810, സിന്റെ വാല്യൂ 1015. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. മനസ്സിലായോ? 12 കിട്ടിയത് 3 റേഷ്യോ കൂട്ടിയ വാല്യൂ ആണോ? അതെ കേട്ടോ. ഞാൻ പറഞ്ഞു ബേസിക് ക്ലാസ്സിൽ കാണണം കേട്ടോ. ഒന്നുമില്ല, 3 + 4 + 5 എത്രയാണ്? ടോട്ടൽ 12 യൂണിറ്റ് ആണ് ഉള്ളത്. ഈ 12 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 2400. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 3 യൂണിറ്റ് കാണാം, 4 യൂണിറ്റ് കാണാം, 5 യൂണിറ്റ് കാണാം. ഇങ്ങനെ വേണം ഇനി റേഷ്യോ നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും PSC പരീക്ഷക്കോ അല്ലെങ്കിൽ LDC പരീക്ഷക്കോ ഒന്നുമല്ല. അവിടെ നിങ്ങൾക്ക് ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ മാത്സ് ചെയ്യാനുണ്ടാവും. കാരണം മാത്സിന്റെ ക്വസ്റ്റ്യൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ GK ആയിരിക്കാം. GK നിങ്ങൾക്ക് ഒരുപാട് അറിയുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിന്നെ മാത്സ് ചെയ്യാൻ ബാക്കിയുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മാത്സ് റീസണിംഗ് ആണ് ഒരു 60% ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമയം ഉണ്ടാവില്ല. അപ്പൊ ഉള്ള സമയം നിങ്ങൾ മാക്സിമം ലാഭിക്കണം. അപ്പൊ ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് എയും ബിയും സി 600, 800, 100 കിട്ടിയാൽ 1000 കിട്ടി. ഇതെന്താണ്? 5ഉം 10ഉം 15ഉം കുറച്ചതിന് ശേഷമുള്ള വാല്യൂസ് ആണ്. അപ്പൊ ശരിക്കുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ 5ഉം 10ഉം 15ഉം ആഡ് ചെയ്യണം. സി ആണ് ചോദിച്ചതെങ്കിൽ സിന്റെ കൂടെ 15 ആഡ് ചെയ്യണം, ബി ആണെങ്കിൽ 10 ആഡ് ചെയ്യണം, എ ആണെങ്കിൽ 5 ആഡ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. ധനുഷ് ചോദിക്കുന്നു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ധനുഷ് ഒന്നും മിസ് ആയിട്ടില്ല. നോക്ക്, അടുത്ത ക്വസ്റ്റൻ ചെയ്തേ. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പല പ്രാവശ്യം SSC പരീക്ഷകൾക്കും RRB പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത്, അതായത് ഈ ടൈപ്പ് ഓഫ് ചോദ്യം ചോദിച്ചതിന് കൈയും കണക്കൂല കേട്ടോ. അത്രയും SSCന്റെ ഏത് പല ഡിഫറെന്റ് പരീക്ഷകളായിക്കോട്ടെ, RRBന്റെ ഡിഫറെന്റ് പരീക്ഷകളായിക്കോട്ടെ, ഈ പരീക്ഷ തന്നെ ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് ചോദിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതാണ്: which number should be added in 4, 10, 12 and 24 each to make these numbers in proportion? ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് എന്ത് തരാം? 4 നമ്പേഴ്സ് എന്നിട്ട് 4 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4ഉം 10ഉം ഏത് റേഷ്യോയിലാണോ അതിനായിരിക്കും 12ഉം 24ഉം. അങ്ങനെയാണ് സാധാരണ തരാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഈ 4 നമ്പറിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് പ്രൊപ്പോർഷൻ ആവുന്നത്. അപ്പൊ ആ നമ്പർ എത്രയെന്നാ ചോദ്യം. ഈ 9, 3, 6, 4 ഇതിൽ ഏതാണ് ആൻസർ എന്നാ ചോദ്യം. പറ, പെട്ടെന്ന് പറ. ആരെങ്കിലും ആരും കിട്ടിയിട്ടില്ല? നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ചോദ്യം എന്താണ്? ഇങ്ങനെ 4 നമ്പർ തന്നു, അതിലേക്ക് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് പ്രൊപ്പോർഷൻ എന്ന് ചോദിക്കുകയാണ്. 4 നമ്പർ ഓപ്ഷനിൽ തന്നിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഈ ഓപ്ഷൻ നേരെ ചോദ്യത്തിൽ ഇട്ട് നോക്കുക. ഏത് ഓപ്ഷനാണ് സാറ്റിസ്ഫൈ എന്ന് നോക്കിയാൽ പോരെ. നമുക്ക് എന്താ? നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ കൂടി എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യണം അല്ലേ? അതായത് 4 + x, അടുത്ത് 10 + x. ഇത് രണ്ടും നമ്മളുടെ റേഷ്യോ ആയിരിക്കും എന്ത്? 12 + x /24 + x. ഇങ്ങനല്ലേ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ABCD പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. A/B പ്രൊപ്പോർഷണൽ ടു C/D, അല്ലെങ്കിൽ A/B = C/D. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 4 നമ്പർ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ A/Bയും C/Dയും പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ A/B C/D. ഇവിടെ 4 നമ്പർ അല്ല പ്രൊപ്പോർഷണൽ. ഈ 4 നമ്പറിന്റെ കൂടെ x എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അത് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എങ്ങനെ പറയണം? 4 + x = 10 + x പ്രൊപ്പോർഷണൽ ടു 12 + x = 24x. അപ്പൊ ഇതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഇട്ട് നോക്കുക. ഓപ്ഷൻ ഓരോന്ന് ഇട്ട് നോക്കുക. ആദ്യം എക്സിന്റെ അവിടെ 9 കൊടുത്തു നോക്കുക, പിന്നെ 3 കൊടുത്തു നോക്കുക, 6 കൊടുത്തു നോക്കുക, 4 കൊടുത്തു നോക്കുക. ഏതാണ് കറക്റ്റ് നോക്കിയാൽ പോരെ. 9 കൊടുത്താൽ എന്താ കിട്ടുക? 9 കൊടുത്താൽ 4, 9, 13, 10, 9, 19, 13:19. അപ്പൊ ഇവിടെ 9 കൊടുക്കുമ്പോൾ അതേ റേഷ്യോന് കിട്ടണം. നോക്കിയേ, 9 കൊടുക്കുമ്പോൾ 12 + 9 21, 24 + 9 33. ഈ റേഷ്യോയിൽ ഒരിക്കലും ഇത് കിട്ടൂല. കാരണം ഇതിന് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7:11 കിട്ടുന്നു. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, 3 ആഡ് ചെയ്യേണ്ടത് അല്ലേ? 4 + 3 7, 10 + 3 13. ഈ റേഷ്യോനോട് കിട്ടുന്നുണ്ടോ? 12 + 3 15, 24 + 3 27. നോക്കി, ഇത് 7:13. ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 5:9 കിട്ടുന്നത്. അപ്പൊ ഇതും അല്ല, ഓപ്ഷൻ ബി അല്ല. ഇനി ഓപ്ഷൻ സി നോക്കിയേ. ഇനി ഓപ്ഷൻ സി ആണോ ഡി ആണോ അല്ലേ? ഓപ്ഷൻ സി നോക്കിയിട്ട് തെറ്റാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ സിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ സി ആണ് ആൻസർ. അപ്പൊ 3 നോക്കിയാൽ മതി. 6 കൂട്ടി നോക്കിയേ. 4 + 6 10, 10 + 6 16. ഈ 10:16 എവിടെയും കിട്ടണം, ഇവിടെയും കിട്ടണം അല്ലേ? 12 + 6 18, 24 + 6 30. എത്രയാണ് ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ? 5:8 ആണ്. ഇതോ 9:15 ആണ്, അല്ലെങ്കിൽ 3:5 ആണ്. ഇതും കിട്ടൂല. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോ സംശയമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ ഡി ഒന്ന് ഇട്ട് നോക്കി. ഇതില് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 4 കൂട്ടി നോക്കിയേ. 4 + 4 8, 10 + 4 14. ഇവിടെയോ 12 + 4 16, 24 + 4 28 അല്ലേ? നോക്കിയേ, 8:14, 16:28 കറക്റ്റ് അല്ലേ? ഇതാ 8ന്റെ ഡബിൾ ആണ് 16, 14 ഡബിൾ ആണ് 28. അപ്പൊ ഇത് രണ്ടും സെയിം റേഷ്യോയിലാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇതിന് ഡയറക്ടർ മെത്തേഡ് വേണമല്ലോ അല്ലേ? അല്ല നമുക്ക് തോന്നിയ പോലെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ക്വസ്റ്റനിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഈ വാല്യൂ അല്ല ചോദിക്കുക. ഈ വാല്യൂ കിട്ടിയിട്ട് ഇതിന്റെ മുകളിൽ പിന്നെ ഉദാഹരണത്തിന് ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ആ വാല്യൂ എക്സ് പിന്നെ x + y എന്താ, അല്ലെങ്കിൽ x + - y എന്താ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ ഇട്ട് നോക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കുക തന്നെ വേണം. നമ്മളെ ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞു 4 + x ഉം 10 + x ഉം
12 പ്ലസ് എക്സും 24 പ്ലസ് എക്സും എന്താണ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ കറക്റ്റ് എഴുതുക? ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്താ? 4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 10 പ്ലസ് എക്സ് പ്രൊപ്പോർഷണൽ ടു 12 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 24 പ്ലസ് എക്സ്. ഇങ്ങനെയാണ് സംഭവം ചോദ്യം വരുന്നത് അല്ലേ? ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ 4 പ്ലസ് എക്സും 10 പ്ലസ് എക്സും 12 പ്ലസ് എക്സും 24 പ്ലസ് എക്സും ഈക്വൽ ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും എക്സ് കിട്ടും. പക്ഷേ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ, ഇത് കുഴപ്പമില്ല, ചെറിയ വാല്യൂസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കിട്ടും. പക്ഷെ കുറച്ച് വലിയ വാല്യൂ ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഷോർട്ട് കട്ട് പഠിച്ചോക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡിൽ തന്നെ പഠിച്ചു വെക്കണം. ഞാൻ ഒരിക്കലും അങ്ങനെ ഇക്വേഷൻ കാര്യങ്ങളല്ലേ കാണാൻ പഠിക്കുന്ന മെത്തേഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. പക്ഷേ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡിൽ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഇവിടെ 4 നമ്പർ ഉണ്ട് അല്ലേ? 4, 10, 12, 24. നിങ്ങൾ ഫസ്റ്റ് നമ്പർ എടുക്കുക, 4 പ്ലസ് എക്സ് എന്ന് എഴുതുക. ഈ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് നമ്പർ എടുക്കുക, മനസ്സിലായോ? 4 പ്ലസ് എക്സ്. എന്നിട്ട് ഈ ലാസ്റ്റത്തെ 2 നമ്പറിന്റെ ഡിഫറൻസ് നോക്കിയേ. കാരണം ഇത് രണ്ടുമാണ് പെയർ അല്ലേ? ഇത് രണ്ടുമാണ് പെയർ, ഇവിടെ ഇത് രണ്ടുമാണ് പെയർ. ഫസ്റ്റത്തെ നമ്പർ 4 പ്ലസ് എക്സ് എടുത്തു. ഇനി ലാസ്റ്റത്തെ 2 നമ്പർ 12 പ്ലസ് 24. അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 12. ഇതിനെ 12. ഓക്കെ, ഫസ്റ്റത്തെ നമ്പർ അല്ലേ എടുത്ത്. ഇനി മൂന്നാമത്തെ നമ്പർ എടുക്ക്, 12 പ്ലസ് എക്സ്. ഫസ്റ്റത്തെ നമ്പർ എടുത്തപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 2 നമ്പറിന്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ തേർഡ് നമ്പർ എടുത്താൽ നമ്മൾ ഫസ്റ്റത്തെ 2 നമ്പറിന്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് 2 നമ്പറിന്റെ ഡിഫറൻസ് ഏതൊക്കെയാണ്? 10ന്റെയും 4ന്റെ ഡിഫറൻസ് 6. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇങ്ങനെ വലിയൊരു ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 12x, റൈറ്റ് സൈഡിൽ 6x അല്ലെ? 12xും 6xും ഒരു സൈഡിൽ വന്നാൽ എന്ത് കിട്ടും? 6x കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, 12 × 4 48. ഇവിടെ 12 × 6 72. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നോക്കിയേ, അതിനൊന്നും ആവശ്യമില്ല. ആദ്യം തന്നെ ഇവിടുന്ന് ഈ 6ഉം ഈ 12ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും അല്ലെ? 6ഉം 12ഉം കട്ട് ചെയ്തു. ഇനി ബാക്കി നോക്കിയേ, 2x x ഒരു സൈഡിൽ വന്ന് എന്താവും? x ആവും അല്ലെ? ഇവിടെയോ 4 × 2 എന്ന് പറഞ്ഞാൽ 8. ഇവിടെ 12. 12 - 8 എത്രയാണ്? 4. ഓക്കെ, ഒറ്റയടിക്ക് x = 4 എന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? സിമ്പിൾ ചോദ്യം, ഒറ്റ സ്റ്റെപ്പിൽ കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പർ എടുക്കുക, 4 പ്ലസ് എക്സ് ഇൻറ്റു ലാസ്റ്റ് 2 നമ്പറിന്റെ ഡിഫറൻസ് = തേർഡ് നമ്പർ പ്ലസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് 2 നമ്പറിന്റെ ഡിഫറൻസ്. ഇനി വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പർ എടുത്തത് അല്ലേ? ഇനി അതിന് പകരം ഞാൻ രണ്ടാമത്തെ നമ്പർ എടുത്തെന്ന് വിചാരിക്കാം. 10 പ്ലസ് എക്സ് ആണെന്ന് വിചാരിക്കാം. 10 പ്ലസ് എക്സ് ഇൻറ്റു ലാസ്റ്റ് 2 നമ്പറിന്റെ ഡിഫറൻസ് എത്രയാണ്? 12. പക്ഷെ ഇവിടെ സെക്കൻഡ് നമ്പർ എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഫോർത്ത് നമ്പർ എടുക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. 24 പ്ലസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് നമ്പറിന്റെ ഡിഫറൻസ്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 6ഉം 12ഉം പോയാൽ 2. ഇവിടെയും 2x എക്സ് ഒരു സൈഡിൽ എക്സ് കിട്ടും. ഇവിടെയോ ഒരു സൈഡിൽ 24, മറ്റേ സൈഡിൽ 10 × 2 എന്ന് പറഞ്ഞാൽ 20. 24 - 20 ഇവിടെ നിങ്ങൾക്ക് 4 കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മൈനസ് എന്ന് പറയും. അതായത് ക്വസ്റ്റ്യനിൽ മൈനസ്, അതായത് വിച്ച് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ്. ഇത് ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ടു മേക്ക് ദീസ് നമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ. അപ്പൊ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇതേ ലെവൽ തന്നെ എന്ത് ചെയ്യേണ്ടത്? ഈ പ്ലസിന്റെ അവിടെ മൈനസ് ആക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് 10 പ്ലസ് എക്സിന്റെ അവിടെ എന്താവും? 10 മൈനസ് എക്സ് ആവുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ മൈനസ് മറന്നുകൊണ്ട് പ്ലസ് എഴുതിയാലും ആൻസർ തെറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇതേ മോഡൽ ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അതിന്റെ ആൻസർ പെട്ടെന്ന് പറയണം കേട്ടോ. ചെയ്തേ ഇതാ, നേരത്തെ അഡീഷൻ ആണെങ്കിൽ ഇവിടെ ഇഫ് എക്സ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് 24, 40, 33, 57 the numbers obtained are in proportion. നേരത്തെ ആഡ് ആണെങ്കിൽ ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ കാണുന്ന നമ്പറിൽ നിന്ന് ഏതോ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ അത് പ്രൊപ്പോർഷണൽ ആവും. ഈ ക്വസ്റ്റനിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത് അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ നമ്പർ കണ്ടതിന് ശേഷം 5x + 12ന്റെയും 4x + 15ന്റെയും റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ അതിന് ആദ്യം എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കാണണം, എന്നിട്ട് റേഷ്യോ കാണണം. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഓപ്ഷനിൽ തിരിച്ചു പോകുന്ന പരിപാടി നടക്കില്ല. കാരണം ഓപ്ഷനിൽ എക്സ് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. എപ്പോഴും ഓപ്ഷനിൽ തിരിച്ചു പോകാന്നുള്ളത് വിചാരിക്കരുത് കേട്ടോ. ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഓപ്ഷൻ ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. ചെയ്ത് നോക്കിയേ, ഒക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഒന്ന് കണ്ടു നോക്കിയേ, സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ലാതെ നിങ്ങൾ 24 - x ഡിവൈഡഡ് ബൈ 40 - x = 33 - x ഡിവൈഡഡ് ബൈ 57 - x എന്ന് പറയരുത്. അങ്ങനെ ചെയ്തു പോരുത് കേട്ടോ. ഓക്കെ, ആകാശ് ബി എന്ന് പറയുന്നുണ്ട്, നോക്കാം അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് എന്താ? ഫസ്റ്റ് നമ്മൾ 24 എടുക്കണം. ഓക്കെ, 24 - x എടുക്കണം ഇൻറ്റു ലാസ്റ്റ് 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ്. 57 - 33 എന്താണ്? 24. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫസ്റ്റ് ഇവിടെ നമ്മൾ 24 എടുത്താൽ പിന്നെ അടുത്ത് എന്തെടുക്കണം? 33 എടുക്കണം. 33 - x ഇൻറ്റു ഫസ്റ്റ് 2 നമ്പറിന്റെ ഡിഫറൻസ്. 24ന്റെയും 40ന്റെ ഡിഫറൻസ് എന്താണ്?
60. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ 24 16 വലിയ നമ്പറിൽ ഒന്നുമില്ല, അത് ചെറുതായി കൂടെ. 24 16 8 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഇനി നോക്കിയേ, ഇത് സോൾവ് ചെയ്താൽ ഇവിടെ 3x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്. രണ്ടും കൂടെ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ 3x - 2x എന്താവും? x ആവും. അപ്പൊ ഒരു സൈഡിൽ നമുക്ക് x കിട്ടും. മറ്റേ സൈഡിലോ 24 × 3 എത്രയാണ്? 72. മറ്റേ സൈഡിൽ 33 × 6 അല്ല 33 × 2 66 അല്ലെ. അപ്പൊ 66ന്റെയും 72ന്റെയും ഡിഫറൻസ് ഒരു സൈഡിലോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? x = 6 കിട്ടും. മനസ്സിലായോ? x എത്ര കിട്ടിയത്? x = 6 കിട്ടി. ഇനി ചോദ്യം എന്താ? ഇനി x ഈ രണ്ട് ചോദ്യത്തിൽ ഇട്ട് കൊടുത്താൽ റേഷ്യോ എത്രയെന്ന ചോദ്യം. അപ്പൊ നോക്കിയേ, 5 × 6 + 12. കാരണം x നമുക്ക് 6 കിട്ടി. 5 × 6 + 12 എന്ന് പറഞ്ഞാൽ 5 × 6 30, 30 + 12 എന്ന് പറഞ്ഞാൽ 42 ആണ്. ഇനിയോ 4 × x + 15. 4 × 6 എന്ന് പറഞ്ഞാൽ 24. 24 + 15 എന്ന് പറഞ്ഞാൽ 39 ആണ്. ഓക്കെ ആണോ? ഈ റേഷ്യോ എത്രയെന്ന ചോദ്യം അല്ലെ. ഇതിന് ഇനിയും ചെറുതായി കൂടെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 14:13 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എല്ലാവരും പറഞ്ഞിട്ടില്ല അല്ലെ. ബാക്കിയുള്ളവർക്ക് കിട്ടാഞ്ഞിട്ടാണോ അതോ കമന്റ് ചെയ്യാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് മനസ്സിലായില്ലേ? കിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് പറ, കമന്റ് ചെയ്യ്. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഓക്കെ. ബാക്കിയുള്ളവര് കമന്റ് ചെയ്യട്ടോ. പേനയും പേപ്പറും മൊബൈലും കയ്യിൽ വെച്ചിട്ട് എപ്പോഴും ഇരിക്കണം. എന്ത് പറഞ്ഞാൽ അപ്പൊ എന്ത് ചോദിച്ചാലും അതിന്റെ ഉത്തരം അപ്പൊ കമന്റ് ചെയ്യാം. ഇന്ററാക്റ്റീവ് ആക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇങ്ങോട്ട് റിപ്ലൈ തന്നാലേ എനിക്ക് അങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആ 100% തരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. നിങ്ങൾക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഒരു റെക്കോർഡ് ക്ലാസ് കാണുന്ന ഫീലേ കിട്ടുള്ളൂ. ഓക്കെ, എന്നാ അടുത്തൊന്നും ചെയ്ത് നോക്കിയേ. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ആദ്യം നോക്കുക കേട്ടോ. ചെയ്യേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ ചെയ്യാൻ അറിയാം, അവർ ചെയ്തോ കുഴപ്പമില്ല. x and y are in direct proportion and y = 92 when x = 37. What will be the value of y when x = 6? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അതായത് എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എക്സും വൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ രണ്ട് കേസാണ് ഉണ്ടാവുക കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എക്സും വൈയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈയും കൂടും. ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാലോ എക്സ് കൂടിയാൽ വൈ കുറയും. നേരെ ഓപ്പോസിറ്റ്. ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കൂടുമ്പോൾ വൈ കൂടും. ഇൻവേഴ്സ്ലി ആവുമ്പോൾ എക്സ് കൂടിയാൽ വൈ കുറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ. എക്സ് കൂടുമ്പോൾ വൈയും കൂടും. ഇനി ഇൻവേഴ്സ്ലി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, എക്സ് പ്രൊപ്പോർഷണൽ ടു 1/y. ഒന്നെങ്കിൽ എക്സ് പ്രൊപ്പോർഷണൽ ടു 1/y എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് പറയാം. അതായത് ഇവിടെ എക്സ് കൂടുമ്പോൾ വൈ കുറയുക ചെയ്യും, ഇവിടെയോ എക്സ് കൂടുമ്പോൾ വൈ കൂടുക ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഈ പ്രൊപ്പോർഷണൽ സൈനിനെ മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ കോൺസ്റ്റന്റ് നമ്മൾ കെ എന്ന് എടുത്താൽ കെ വൈ. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ കോൺസ്റ്റന്റ് അവിടെ നിർത്തിയാൽ x/y എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്. അതായത് ഇവിടെ x/y എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇവിടെ എക്സ് ഒരു വാല്യൂ എടുക്കുമ്പോൾ വൈക്ക് വേറെ വാല്യൂ ഉണ്ടാവും. രണ്ടാമത്തെ കേസിൽ എക്സിന് ഒരു വാല്യൂ എടുക്കുമ്പോൾ വൈക്ക് വേറൊരു വാല്യൂ ഉണ്ടാവും. മൂന്നാമത്തെ കേസിൽ എക്സ് ഒരു വാല്യൂ എടുക്കുമ്പോൾ വൈക്ക് വേറൊരു വാല്യൂ ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ ഒക്കെ എന്തായിരിക്കും? വാല്യൂ എന്തോ ആയിക്കോട്ടെ, x/y എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആവുമ്പോൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ വൈ എന്നാ കിട്ടുക. ഈ കോൺസ്റ്റന്റ് അവിടെ നിർത്തിയാൽ നോക്കിയേ, xy ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എക്സിന്റെ എന്ത് വാല്യൂ ആയിക്കോട്ടെ, വൈക്ക് എന്ത് വാല്യൂ ആയിക്കോട്ടെ, എല്ലാ കേസിലും xy എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെയോ x/y എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ xy എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ x/y കിട്ടി, xy കിട്ടി. അക്ഷയ് RRB +2 എക്സാം ആക്ച്വലി നമ്മളിത് ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ ഇത് ക്ലാസ്സിന്റെ നോക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ ഇതിന്റെ ടോപ്പിക് തീർക്കാൻ നമുക്ക് വെറും 2 മണിക്കൂർ സമയമുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ RRBന്റെ എക്സാമിനെ കുറിച്ച് അതിന്റെ പ്രോസസ്സും ബാക്കി അതൊക്കെ ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എല്ലാം ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. പോസ്റ്റുകൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞതാണ്. പിന്നെ ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പരീക്ഷ മിക്കവാറും ഏപ്രിൽ മെയിലാണ് ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ നോക്കുക, ഫോക്കസ് ചെയ്യുക, ഇതിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. അതായത് x/y എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ xy എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് സാധനങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റനിൽ പറയുകയാണ് എക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു y എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ മനസ്സിൽ വരണം xy ഈക്വൽ ടു കോൺസ്റ്റന്റ്. x/y ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ
എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആണ് കേട്ടോ. ഈ ഒരു സംഭവം നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് ഇനി ആവശ്യം വരും, ടൈം സ്പീഡ് ഡിസ്റ്റൻസിലും ടൈം ആൻഡ് വർക്കിലൊക്കെ. ഇവിടെ നോക്കിയേ, എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞ സംഭവം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 120 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള വാല്യൂ എക്സ് 40 ആണ്, വൈ 3 ആണ് അല്ലേ, 120 ആണ്. ഇനി എക്സ് 30 ആയി എന്ന് വിചാരിക്കുക, പക്ഷെ 120 ഇത് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻറ്റു വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈ എന്തായിരിക്കും നോക്കിയേ, 30/4 ആണ്. നോക്കിയേ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സാധനം 40 ഉള്ളത് 30 ആയി കുറഞ്ഞപ്പോൾ വൈ എന്ന് പറഞ്ഞ സാധനം 3 ഉള്ളത് 4 ആയിട്ട് കൂടി. എക്സ് കുറയുമ്പോൾ വൈ കൂടും, വൈ കൂടുമ്പോൾ എക്സ് കുറയും, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കിയേ, എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഉദാഹരണത്തിന് ഫസ്റ്റ് എക്സും വൈയും 1/2 എന്ന് വിചാരിക്കുക. ഇനി അടുത്തോ എക്സ് ഇപ്പൊ 3 ആണെങ്കിലോ വൈ എന്താവും, 6 ആവും. നോക്കിയേ, 1/2 എന്ന് പറഞ്ഞാൽ 3/6 എന്ന് പറഞ്ഞാലൊക്കെ സെയിം അല്ലേ. ഇനിയിപ്പോ എക്സ് 4 ആണെങ്കിലോ, എക്സ് 4 ആണെങ്കിൽ വൈ 8 ആവും. നോക്കിയേ, എക്സിന്റെ വാല്യൂ 1 ഉള്ള 3 ആയപ്പോൾ വൈയും കൂടി അല്ലേ, എക്സിന്റെ വാല്യൂ 3 ഉള്ള 4 ആയപ്പോൾ വൈയും കൂടി. അത് എക്സ് കൂടുമ്പോൾ വൈയും കൂടും. അപ്പൊ ജസ്റ്റ് ഇത്ര ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ ആണ് പറയുന്നതെങ്കിൽ എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പറയുന്നതെങ്കിൽ എന്താണ്, എക്സ് വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എക്സും വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ വരേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ, എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലത്തെ ക്വസ്റ്റൻ കാണുകയാണെങ്കിൽ ഇതാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരാണെങ്കിൽ അവിടെ എക്സ് വൈ ആയിരിക്കും കോൺസ്റ്റന്റ്. ഈ ഒരു കേസ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇനിയും നമ്മൾ ടൈം സ്ക്വയർ ഡിസ്റ്റൻസിലും ടൈം വർക്കിലൊക്കെ നമ്മൾ ഒരുപാട് പറയും കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ടൈമിന്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും, വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കൺസെപ്റ്റ് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഈ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാൻ ഇത് മാത്രം മതി. എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സ് ബൈ വൈ ആണ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് കേസിൽ പറയുന്നുണ്ട് എക്സ് 37 ആണെങ്കിൽ വൈ 92.5 ആണ്. നമുക്കറിയാം എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആവണം അല്ലെ, എക്സ് 37 ബൈ 92.5. ഇനി ഏത് കേസിലായിക്കോട്ടെ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആയിരിക്കണം. ഓക്കെ ആണോ? ഇനി രണ്ടാമതൊരു കേസ് ഉണ്ട്, അവിടെ എക്സ് എന്താണ് 16 ആണ് അല്ലെ, അപ്പൊ ഇതിന് എന്ത് ഈക്വൽ ആയിരിക്കണം, 16 ബൈ വൈ അല്ലെ. ഫസ്റ്റ് കേസിലെ എക്സും വൈയും, രണ്ടാമത്തെ കേസിൽ എക്സ് 16 ആണ്, ബൈ വൈ എത്രയും നമുക്കറിയില്ല. ഇത് കാണണം. ഇത് രണ്ടും എന്തായിരിക്കും, എപ്പോഴും റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ വൈ എന്ന് പറഞ്ഞ വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ കാണും. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് റേഷ്യോ അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന ഒരു വാല്യൂ അല്ല. അപ്പൊ നോക്കിയേ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 37 വൈ എന്ന് പറഞ്ഞാൽ 92.5 ഇൻറ്റു 60. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഇനി 37 ഈ വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 37 താഴോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 37 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടണം കേട്ടോ. അതിൽ ഏതോ ഒന്നാണ് സംഭവം കിട്ടുക. എങ്ങനെ കിട്ടും, അതാ ഞാൻ ആദ്യം ഈ ഡെസിമൽ ഒന്ന് ഒഴിവാക്കാൻ പോവാണ്. ഈ ഡെസിമൽ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെസിമൽ ഒഴിവാക്കാൻ ഈ ഒരു 2 എടുത്തിട്ട് ഒരു 2 എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. അതായത് ഈ 16 എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 2 അല്ല, 8 ഇൻറ്റു 2 അല്ലേ, ആ 8 2 എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 92.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 185 ആണ്. ഇവിടെ 16 2 എടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, 8 ഉള്ളൂ. ഇനി നോക്കിയാൽ പെട്ടെന്ന് കിട്ടണം കേട്ടോ. 37 185. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സംഖ്യനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അല്ലേ. 37ന്റെ പകുതിയാണ് ഈ 18.5 എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമ്മളുടെ റേഷ്യോ എന്താ, 1/5 ആണ്. 5 ഇൻറ്റു 8 എന്താ, 40. വൈ എന്ത് കിട്ടും, ഓപ്ഷൻ സി കിട്ടും. മനസ്സിലായോ? അതെ, മൾട്ടിപ്ലൈ ഓഫ് 18.5. മൾട്ടിപ്ലൈ ഓഫ് 18.5 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല, എന്നാലും നിങ്ങൾക്ക് അത്രയും കാൽക്കുലേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ഓക്കെ. 18.5 എന്ന് പറഞ്ഞാൽ 17ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതും താഴെയും മേലും കട്ട് ചെയ്ത് പോകും കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 18.5 എന്ന് പറയാൻ പറ്റില്ല കാരണം താഴെ ഉള്ളതും 18.5ന്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കിയേ, 18.5 ഇൻറ്റു 2 അല്ലേ, അപ്പൊ അത് അങ്ങോട്ട് ഇങ്ങോട്ട് ക്യാൻസൽ ആയി പോകും കേട്ടോ. അപ്പൊ അങ്ങനെ എപ്പോഴും മുകളിൽ ഒരു സംഭവം കണ്ടു. ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യാൻ 9 ഇൻറ്റു 2/18 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ നോക്കിയിട്ട് 9 നോക്കിയിട്ട് 9ന്റെ മൾട്ടിപ്പിൾ ആണ് ആൻസർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ താഴെ ഉള്ളത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതും 9ന്റെ മൾട്ടിപ്പിൾ കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള 2/2 ആണ് ആൻസർ വരിക, 1 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ താഴെ കട്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ, ഇപ്പൊ ഇവിടെ താഴെ 18 പകരം ഒരു 7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം 9 ഇൻറ്റു 2/7 എന്താണ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് മനസ്സിലായോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബാക്കി ഇത് കാൽക്കുലേഷൻ ആണ്, ഇത് നോക്കണ്ട കേട്ടോ. ഇത് ചിലപ്പോൾ വാല്യൂ സിമ്പിൾ ആകുന്നതിനനുസരിച്ചിട്ട് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആവും. പക്ഷെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എക്സ് ബൈ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഓക്കെ ആണോ? ഇനി അടുത്ത് വേറെ കേസ് പറയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എക്സ് ഇൻറ്റു വൈ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു സ്ഥലത്ത് എക്സും വൈ ഉണ്ടാവും, വേറെ സ്ഥലത്ത് എക്സും വൈ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് എന്തായിരിക്കും, എക്സ് വൈ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓക്കെ,
ഞാൻ വെറൈറ്റി ക്വസ്റ്റൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഒരേ മോഡലിൽ ഇങ്ങനെ ചെയ്തു പോയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ മോഡൽ ക്വസ്റ്റൻ കാണുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. മാക്സിമം നമുക്ക് കിട്ടാവുന്ന സമയങ്ങൾ നമ്മൾ വെറൈറ്റി ക്വസ്റ്റൻസ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇതാ from a group of boys and girls, if 12 girls leave the group, then the ratio of boys to girls is 2:1. After this, if 30 boys leave the group, then the ratio of girls to boys becomes 3:1. Find the initial number of boys and girls in the group. ഇവിടെ സംഭവം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ 12 ഗേൾസ് പോയി കഴിഞ്ഞാൽ റേഷ്യോ 2:1 ആവും. അതിനുശേഷം ഒരു 30 ബോയ്സ് പോയി കഴിഞ്ഞാൽ 3:1 ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബോയ്സിന്റെയും ഗേൾസിന്റെയും തുടക്കത്തിലുള്ള നമ്പർ എത്രയെന്നാ ചോദ്യം. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് ഓപ്ഷൻ പോവാണ് അല്ലെ. ചോദിച്ചിട്ടുള്ളത് ഇനീഷ്യൽ നമ്പർ, തുടക്കത്തിൽ ഗേൾസും ഗേൾസും നമ്മളുടെ റേഷ്യോ ആണ് ചോദ്യം അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലുള്ള നമ്പറിൽ നിന്നും 12 ഗേൾസ് പോയി കഴിഞ്ഞാൽ റേഷ്യോ എന്താവണം, 2:1 ആവും. അങ്ങനെ ഏത് ഓപ്ഷൻ ആണല്ലോ നോക്കിയാൽ പോരെ. നോക്കി ഓരോ ഓപ്ഷൻ എടുക്കുക, അതിന് 12 ഗേൾസ് പോയാൽ 2:1 റേഷ്യോ ആവുമോ നോക്കുക. നോക്കിയേ 12 ഗേൾസ് ഇവിടുന്ന് പോയാൽ 38:13 2:1 ആണോ? 2:1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ പകുതി ആയിരിക്കണം ഇത് അല്ലേ. അതല്ല, ഇവിടെ നിന്ന് 12 പോയി നോക്കിയേ, 12 ഗേൾസ് പോയാൽ ഇവിടെ 8 ഗേൾസ് ആവും അല്ലെ. 40 8 എന്ന് പറഞ്ഞാൽ 2:1 ആണോ? അല്ല. ഇവിടെ നോക്കിയേ 12 ഗേൾസ് പോയി, എത്ര കിട്ടും? 12 ഗേൾസ് പോയാൽ 18. നോക്കിയേ ഇവിടെ 36 കിട്ടും, 12 ഗേൾസ് പോയാൽ 18 കിട്ടും. ഇത്ര റേഷ്യോ 2:1 കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ഇതാണ് ആൻസർ എന്ന് പറയരുത്, കാരണം ഇവിടെ വേറെയും കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഇതും കൂടെ 2:1 കിട്ടുന്നില്ലെങ്കിൽ പിന്നെ തന്നെ ആയിരിക്കും ആൻസർ. നോക്കിയേ ഇത് 34 ആണ്, ഇവിടുന്ന് 12 പോയാൽ 23 ആണ്. 2:1 ആണോ? അല്ല. പിന്നെ ഏത് ആൻസർ വരുള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ആൻസർ വരുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ ഇതുപോലെ 2:1 വരുന്നുണ്ടെങ്കിൽ അപ്പൊ അടുത്ത കണ്ടീഷൻ നോക്കുക എന്താണ്. അതിനുശേഷം ഒരു 30 ബോയ്സും കൂടെ പോയി കഴിഞ്ഞാൽ റേഷ്യോ എന്തായി മാറും? 3:1 ആയി മാറും. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആൻസർ ഏത് മാത്രമേ വരുന്നുള്ളൂ? ഓപ്ഷൻ സി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെയ്യേണ്ടത്. പക്ഷെ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞു എപ്പോഴും ഇതുപോലത്തെ ബോയ്സിന്റെ ഗേൾസിന്റെ എണ്ണം അല്ല ചോദിക്കുക. ചിലപ്പോൾ ബോയ്സ് മാത്രം ചോദിക്കും, ചിലപ്പോൾ ഗേൾസ് മാത്രം ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിലിട്ട് പോകുന്ന പരിപാടി നടക്കൂല, കാരണം നമുക്ക് ഒരാളുടെ വാല്യൂ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞിരിക്കണം. ഇതൊക്കെ ഞാൻ ഷോർട്ട് കട്ടിലാട്ടോ പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPCയോ അല്ലെങ്കിൽ SSCയോ CGO ഏത് പരീക്ഷ ആയിക്കോട്ടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ കേൾക്കുന്നതിന് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴേക്കും മാത്സ് ബുദ്ധിമുട്ടാണ്, ടഫാണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാൻ നിൽക്കണ്ട. ഓക്കെ, ഇത് കുറച്ച് ക്വസ്റ്റൻ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നേ. നോക്കിയേ ഇവിടെ ഞാൻ പറഞ്ഞുതരാം ആരൊക്കെയാണ് ബോയ്സും ഗേൾസും അല്ലേ. ഓക്കെ, ജസ്റ്റ് റേഷ്യോ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നു കേട്ടോ. 12 ഗേൾസ് പോയി, ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ സാറ്റിസ്ഫൈഡ് എന്ന് നോക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞു, ഈ ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കേണ്ടത് എപ്പോൾ മാത്രമാണ്? ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 2 സ്ഥലത്ത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ സ്ഥലത്ത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. നോക്കിയേ ഇവിടെ ഞാൻ പറഞ്ഞു 36 30 ആണ് അല്ലേ ആൻസർ. ഇതിന് ഫസ്റ്റ് കണ്ടീഷൻ എന്താ? 36 ഗേൾസ് 12 പോയാൽ എത്രയാവും? 18 ആവും അല്ലെ. ഇനി നോക്കുക അടുത്ത കണ്ടീഷൻ നോക്കുക. അടുത്ത എന്താണ്? ഈ ബാക്കിയുള്ളത് 30 ബോയ്സ് പോയി കഴിഞ്ഞാൽ റേഷ്യോ എന്താവണം? 3:1 ആവണം. 30 ബോയ്സ് എന്ന് പോയി നോക്കിയേ, 30 ബോയ്സ് പോയാൽ എത്രയാവും? 6:18. ഓക്കെ, 3:1 അല്ലേ റേഷ്യോ. ഇവിടെ വേറെ കാര്യം നോക്കണം, ഇവിടെ ഗേൾസ് ടു ബോയ്സ് തന്നിട്ടുള്ളത് കേട്ടോ, അതുകൊണ്ടാണ് 3:1 ആയത്. തലതിരിഞ്ഞു പോയിന്നുള്ളൂ, പക്ഷെ ആൻസർ എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ മാത്രമല്ല, 2 ഓപ്ഷൻ ഒരേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ മാത്രം നിങ്ങൾ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോയാൽ മതി. ഒരു കണ്ടീഷനിൽ തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻ വെറുതെ ചെയ്ത സമയം കളയണോ? വേണ്ട. അപ്പൊ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ നോക്കുക, ഇവിടെ ഈ കണ്ടീഷൻ എടുക്കുക. അതായത് 12 പെൺകുട്ടികൾ പോയി, 12 പെൺകുട്ടികൾ പോയതിനു ശേഷമുള്ള റേഷ്യോ 2:1 ആണല്ലേ. ഇനി ഇവിടെ മുതൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകും. ഇവിടെ മുതൽ ഓക്കെ. ഇതിന് മുമ്പത്തെ കാര്യം നമ്മൾ കുറച്ച് നേരത്തേക്ക് മറക്കുക. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 12 ഗേൾസ് പോയതിനു ശേഷമുള്ള കാര്യം മാത്രമാണ് കേട്ടോ. 12 ഗേൾസ് പോയി, ഇപ്പത്തെ റേഷ്യോ എന്താ? 2:1 ആണ്. ഇനി അവിടെ നോക്കുക, 30 ബോയ്സ് പോയി കഴിഞ്ഞാൽ റേഷ്യോ എന്തായി മാറും? റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് ഈസ് 3:1. റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് ആണ് എന്താണ്? തലതിരിഞ്ഞു പോയത് റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് 3:1 ആണ്. ഇങ്ങനെയാ വരിക. ഓക്കെ ആണോ? എഴുതുമ്പോൾ തലതിരിഞ്ഞാണ്ട് 1:3 എന്ന് എഴുതാൻ നിൽക്കരുത് കേട്ടോ. 3:1. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നു 12 ഗേൾസ് പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം മാത്രം നമ്മൾ നോക്കുന്നു. അപ്പൊ 12 ഗേൾസ് പോയിട്ടുണ്ട്, അതിനുശേഷം റേഷ്യോ 2:1 ആണ്. നോക്കിയേ, അത് കഴിഞ്ഞാൽ ഒരു 30 ബോയ്സ് പോയപ്പോൾ റേഷ്യോ എന്തായി മാറി? 1:3 ആയി. അപ്പൊ ഈ റേഷ്യോയിൽ നിന്നും ഈ റേഷ്യോയിലേക്കുള്ള വരുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഇവിടെ ഗേൾസ് മാറുന്നുണ്ടോ? ഇല്ല, ബോയ്സ് മാത്രമാണ് പോകുന്നത്. ഗേൾസ് ആദ്യം പോകുന്നുണ്ട്, പക്ഷെ അത് പോയതിനു ശേഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഗേൾസ് പോയത് നമ്മൾ മറന്നു, അവർ ഒഴിവാക്കി. അതിനുശേഷം ഗേൾസ് പോയതിനു ശേഷം ഈ 2:1 എന്ന റേഷ്യോയിൽ നിന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോയ്സ് മാത്രമേ മാറുന്നുള്ളൂ, ഗേൾസ് മാറുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം?
ഗേൾസിനെ സെയിം ആക്കുക അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ മാറാത്ത ഒരാളെ നമ്മൾ സെയിം ആക്കണം. ഇവിടെ ഗേൾസ് 1 ആണ്, ഇവിടെ ഗേൾസ് 3 ആണ്. ഒന്ന് സെയിം ആക്കി എന്ത് കിട്ടും? ജസ്റ്റ് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2:1 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6:3 ആവും. താഴെയുള്ളത് 1:3 തന്നെ, അതിന് മാറ്റമൊന്നുമില്ല അല്ലെ. ബോയ്സ് ഈസ് ടു ഗേൾസ്. ഇനി ഈ റേഷ്യോയിൽ എത്തുമ്പോൾ മാറ്റം സംഭവിച്ചത് എന്താ? ഞാൻ പറഞ്ഞു 30 ബോയ്സ് പോയിട്ടുണ്ട്. നമ്മുടെ റേഷ്യോ നോക്കിയേ, റേഷ്യോ ഇപ്പൊ ഗേൾസ് സെയിം ആയില്ലേ. 6 ബോയ്സ് 1 കുറഞ്ഞു. എത്ര യൂണിറ്റ് പോയി? 5 യൂണിറ്റ് പോയി അല്ലെ. 5 യൂണിറ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ പോയി. അത് ശരിക്കും എത്രയാണ്? 30 ആണ്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ 1 യൂണിറ്റ് എന്താ? 6 ആണ് അല്ലെ. 1 യൂണിറ്റ് 6 ആണ്. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സും കാണാം, ഈ നമ്പേഴ്സും കാണാം. ഇത് പറഞ്ഞാൽ ഫൈനൽ ഇപ്പോഴുള്ള നമ്പേഴ്സ് ആണ്. ഇത് പറഞ്ഞാൽ 12 ഗേൾസ് പോയതിനു ശേഷമുള്ള നമ്പേഴ്സ്. നോക്കിയേ, 1 യൂണിറ്റ് 6 ആണെങ്കിൽ 6 യൂണിറ്റ് എന്താ? 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 36 ആണ്. 3 യൂണിറ്റ് എന്താ? 18 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കത്തിൽ എന്ത് കിട്ടി? ബോയ്സ് 36 ഉണ്ട്, ഗേൾസ് 18 ഉണ്ടെന്ന് കിട്ടി. പക്ഷെ ഈ കണ്ടീഷൻ എപ്പോഴാണ്? ഞാൻ പറഞ്ഞു ഇത് 12 ഗേൾസ് പോയതിന് ശേഷമുള്ള കണ്ടീഷനാണ് അല്ലെ. അല്ലാതെ 36 ഗേൾസും 36 ബോയ്സും 18 ഗേൾസും അല്ല ഉള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ നമ്മൾ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ഒരു 12 ഗേൾസ് പോയ കാര്യമുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടത്തെ എന്നിട്ട് 36ഉം 18 കിട്ടും. അപ്പൊ ശരിക്കും ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? പോയ ഒരു 12 ഗേൾസ് ഉണ്ട്. അവരെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ 36 ബോയ്സും 18ന്റെ കൂടെ 12 ആഡ് ചെയ്താൽ 30 ഗേൾസും. ഇതാണ് ശരിക്കുള്ള തുടക്കത്തിൽ നമ്പർ. ഇതാ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 5 യൂണിറ്റ് എങ്ങനെയാ വന്നത് നോക്കിയേ. 5 യൂണിറ്റ് ഇവിടെ എത്രയേ ഉള്ളൂ. ബോയ്സ് ആദ്യം 6 ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് 1 കുറഞ്ഞു. നമ്മളെ ക്വസ്റ്റനിൽ 6 1 അതായത് 5 യൂണിറ്റ് അല്ലെ. അത് ക്വസ്റ്റനിൽ ശരിക്കും എത്രയാണ്? 30 ആണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് റേഷ്യോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമ്മുടെ റേഷ്യോ മാത്രമാണ്, കറക്റ്റ് നമ്പർ അല്ല. ഇത് കറക്റ്റ് എത്ര നമ്പർ ആണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 യൂണിറ്റ് 6 എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഏത് കറക്റ്റ് വാല്യൂസ് കിട്ടണമെങ്കിൽ ഇതിനെല്ലാം നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി എക്സ് വൈ ഒക്കെ ഉണ്ടാക്കി സോൾവ് ചെയ്ത് പോകേണ്ടി. ഇത് നോക്കിയേ, 2 റേഷ്യോ നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഇങ്ങനെ ഈ ഒരു ചോദ്യം പരീക്ഷക്കാണ് ചോദിച്ചതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓപ്ഷൻ പോവാന്നുള്ളതാണ് കേട്ടോ. 3 മൾട്ടിപ്ലൈ എന്തിനാ ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഗേൾസിന്റെ മാറുന്നില്ല അല്ലെ. ഗേൾസ് മാറുന്നില്ല. ബോയ്സ് 30 ഗേൾസ് പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഗേൾസ് പോകുന്നതിന്റെ മുമ്പ് റേഷ്യോ 2:1 ആണ്. ഗേൾസ് പോയതിനു ശേഷം അല്ല, ബോയ്സ് പോയതിനു ശേഷം 1:3 ആണ്. അപ്പൊ ആര് മാറുന്നില്ല? ഗേൾസ് മാറുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ഗേൾസ് 1 യൂണിറ്റ് ആണ്, ഇവിടെ 3 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഈ ആദ്യത്തെ സാധനത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 3 ആവും, ഇത് 3 ആവില്ലേ. അതുകൊണ്ടാണ് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. ഓക്കെ, അശ്വിൻ പറയുന്നുണ്ട് റേഷ്യോ സെയിം ആക്കാൻ കേട്ടോ. ഓക്കെ, പോട്ടെ. അടുത്ത ചെയ്യും. ഇതൊക്കെ മാക്സിമം ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് കേട്ടോ RRBക്ക്. അല്ലാതെ എല്ലാ ക്വസ്റ്റനും ഇങ്ങനെ ചോദിക്കുന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അധികം ചോദിക്കുന്നത്. ഈ പ്രൊപ്പോർഷൻ കാണാനും, ഫോർത്ത് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, മീൻ പ്രൊപ്പോർഷൻ, പിന്നെ സംഭവം സാധാ ഒരു നമ്പർ തന്നിട്ട് അതിനെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ജസ്റ്റ് ഞാൻ പറഞ്ഞ ടോപ്പേഴ്സും ബാക്കിയുള്ളവരും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ. നമുക്ക് എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പോരല്ലോ. എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അതിന് വേണ്ടി കാത്ത് നിൽക്കണം. ആ സമയം റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പിൽ എത്തിയാൽ എന്താ പെട്ടെന്ന് തന്നെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളുമായിട്ട് ജോലിക്ക് കയറാം. SSC ആണെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് താഴെ പോസ്റ്റുകളുണ്ട്, ഗ്രൂപ്പ് സി പോസ്റ്റുകളൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളൊക്കെയാണ് കിട്ടുക. നല്ല മുകളിൽ നല്ല കിടിലം ഗ്രൂപ്പ് ബി പോസ്റ്റുകളുണ്ട്, അതിന് ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ നല്ല നല്ല ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇതാർക്കെങ്കിലും കിട്ടിയോ? 1 year ago, the ratio of Lakshman's salary to Gopal's salary was 3:5. The ratio of their individual salaries of last year to that of present year is 2:3 and 4:5 respectively. If their total salaries for the present year are rupees 4,300, find the present salary of Lakshman. സംഭവം എന്താ? ഇവിടെ ഒരു വർഷം മുമ്പുള്ള ലക്ഷ്മണിന്റെ ഗോപാലിന്റെ സാലറി തന്നിട്ടുണ്ട്. ഒരു വർഷം മുമ്പുള്ള സാലറി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണും പിന്നെ ആരാ? ഗോപാലുമാണ്. റേഷ്യോ എന്താ? 3:5 ആണ്. ഇതാണ് അവരുടെ ഒരു വർഷം മുമ്പുള്ള സാലറിന്റെ റേഷ്യോ. ഇവിടെ രണ്ടുപേരും സെപ്പറേറ്റ്. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് the ratio of their individual salaries of last year to that of present year is 2:3 and 4:2. അതായത് ലക്ഷ്മണിന്റെ ലാസ്റ്റ് ഇയറിലെ സാലറിയും ഇപ്പോഴത്തെ സാലറിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ഗോപാലിന്റെ ലാസ്റ്റ് ഇയർ സാലറിയും ഇപ്പോഴത്തെ സാലറി എന്ന് പറഞ്ഞാൽ 4:5 ആണ്. മനസ്സിലായോ? ഈ തന്നിരിക്കുന്ന അവരുടെ ലാസ്റ്റ് ഇയർ സാലറി റേഷ്യോ മാത്രമാണ്. അത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ റേഷ്യോ, അതായത് ലക്ഷ്മണിന്റെയും ഗോപാലിന്റെയും കൂടെ കഴിഞ്ഞ വർഷത്തെ സാലറിന്റെ റേഷ്യോ ആണ് 3:5. നമുക്കിവിടെ തന്നിട്ടുള്ള 2:3 4:5 എന്ന് പറഞ്ഞാൽ ലക്ഷ്മണിന്റെ ലാസ്റ്റ് ഇയറും ഇപ്പോഴത്തെ തമ്മിലുള്ള റേഷ്യോ, അതുപോലെ തന്നെ ഗോപാലിന്റെ ലാസ്റ്റ് ഇയറും ഇപ്പോഴത്തെ തമ്മിലുള്ള റേഷ്യോ. നോക്കിയേ, ലക്ഷ്മണിന്റെ ലാസ്റ്റ് ഇയറും ഇപ്പോഴും നമ്മളുടെ റേഷ്യോ എന്താ? 2:3 ആണ് അല്ലെ. ഗോപാലിന്റെയോ ലാസ്റ്റ് ഇയറും ഇപ്പോഴും നമ്മളുടെ റേഷ്യോ എന്താ? 4:5
5 ആണ്. ഇങ്ങനെയാണ് കണക്ഷൻ കിടക്കുന്നത്. ഇത് ലക്ഷ്മണന്റെയും ഗോപാലിന്റെയും കൂടെ സാലറി റേഷ്യോ. ഇത് ലക്ഷ്മണന്റെ ലാസ്റ്റ് ഇയറും ലക്ഷ്മണന്റെ ഇപ്പോഴത്തെ സാലറി. ഇത് ഗോപാലിന്റെ ലാസ്റ്റ് ഇയറും ഇപ്പോഴത്തെ സാലറി നമ്മൾ റേഷ്യോ കേട്ടോ. റേഷ്യോ ആണ് ഇതൊക്കെ. അപ്പൊ നമുക്കിവിടെ എന്താ വേണ്ടത്? ഇപ്പോഴത്തെ രണ്ടുപേരുടെയും സാലറി എന്ന് പറഞ്ഞാൽ 4300 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണന്റെ സാലറി എത്രയാന്നുള്ളത് കാണണം. എങ്ങനെയാന്ന് കാണാം നോക്കിയേ. ഇവിടെ നമുക്ക് ലക്ഷ്മണന്റെ ലാസ്റ്റ് സാലറി റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. അതേ സംഭവം ഈ റേഷ്യോയിൽ എത്തുമ്പോൾ ലക്ഷ്മണന്റെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. ഒരു സ്ഥലത്ത് 3 യൂണിറ്റും ഒരു സ്ഥലത്ത് 2 യൂണിറ്റും. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ പോകണം, അത് വേറെ കാര്യം. ഇവിടെ ഞാൻ റേഷ്യോ ആണ് പറയുന്നത്. അപ്പൊ എന്ത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഗോപാലിന്റെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആണ്. ഇവിടെ ഗോപാലിന്റെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. അപ്പൊ ഇതും സെയിം ആകണം, ഇതും സെയിം ആകണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നം തീർന്നു. ഇത് രണ്ടും ഓൾറെഡി സെയിം ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി സെയിം അല്ല. അപ്പൊ നമ്മൾ സെയിം ആക്കണം. നോക്കിയേ, ഇവിടെ 3ഉം 2ഉം ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 3നെയും 2നെയും സെയിം ആക്കാൻ ഒരു 6ലേക്ക് മാറ്റിയാൽ മതി. 6ലേക്ക് മാറ്റാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ഒരു റേഷ്യോന്റെ ഒരു സൈഡിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതും ഒരു റേഷ്യോ ആണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കുക. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയി അല്ലേ. ലക്ഷ്മണന്റെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 6 ആയി, ഇതും 6 ആയി. അപ്പൊ ലക്ഷ്മണന്റെ ഇപ്പോഴത്തെ സാലറി 9 ആയി. പക്ഷെ ഇനി ഇവിടെ നമ്മൾ ഗോപാലിന് ലാസ്റ്റ് ഇയർ സാലറി ഇതും ഈക്വൽ ആകണം. കാരണം ഇവിടെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറഞ്ഞാൽ 5 × 2 10 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ 10ഉം 4ഉം കിട്ടിയാൽ നമ്മൾ ഈക്വൽ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 10ഉം 4ഉം ഈക്വൽ ആക്കാൻ ഒന്നും ചെയ്യേണ്ട. ഇവിടെ 10ഉം 4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആക്കുന്ന 20ലേക്ക് ഈക്വൽ ആക്കിയാൽ മതി അല്ലേ. 20 അല്ലേ LCM വരുന്നു. അപ്പൊ ഇതിനെ 20 ആക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അപ്പോഴല്ലേ ഇത് 20 ആയി, ഇത് 20 ആയി. ഇനി നമ്മൾ നോക്കുക, ഇത് 4 × 5 ചെയ്താൽ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ടേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എക്സ്ട്രാ 2 കൊണ്ട് ചെയ്തു, അപ്പൊ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഓൾറെഡി നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആക്കി വെച്ചേക്കുവാണ്. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഈക്വൽ ആക്കിയതാകെ പാളിപ്പോവും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ നോക്കിയേ, ഇതും സെയിം ആയിരിക്കും. 3 × 2 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. 2 × 3 × 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതോ 5 × 2 × 2 എന്ന് പറഞ്ഞാൽ 20 ആണ്. 4 × 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ നോക്കി, ഇത് രണ്ടും ഈക്വൽ ആയി, ഇത് രണ്ടും ഈക്വൽ ആയി. അതുപോലെ തന്നെ റേഷ്യോ നമ്മൾ മാറ്റിയിട്ടില്ല. എവിടെയാണോ മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിന് ഞാൻ 3 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 2 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിന് ഞാൻ 2 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? ഈ വാല്യൂ എത്ര കിട്ടും? 3 × 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 6 6 × 12 അല്ലേ. ഇതോ 5 × 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. ഓക്കെ, അപ്പൊ 12:20 ആണ് പഴയ സാലറിന്റെ റേഷ്യോ. ഇനി ഇവിടെയോ ഇത് 12 അല്ലെ. 12:18. ഇവിടെയോ 20:25. ഇപ്പൊ നോക്കിയേ, പഴയ സാലറി എന്ന് പറഞ്ഞാൽ 12ഉം 20ഉം ആണ്. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 18 ആണ്, 20 ആണെങ്കിൽ ഇവിടെ 25 ആണ്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി, എല്ലാം കറക്റ്റ് ഈക്വൽ ആയി. നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോഴത്തെ അവരുടെ സാലറിയാണ്. ലക്ഷ്മണന്റെയും ഗോപാലിന്റെ ഇപ്പോഴത്തെ സാലറി എന്ന് പറഞ്ഞാൽ 18ഉം 25ഉം ആണ് അല്ലെ. 18 + 25 നമുക്കറിയാം 43 യൂണിറ്റ് അല്ലെ. 43 യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4300 അല്ലെ. 4300 ഒന്നും ചെയ്യേണ്ട, ഇൻറ്റു 100 ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസിനെ ഒന്ന് 100 ചെയ്താൽ കറക്റ്റ് ആവും. നമുക്ക് വേണ്ട എന്താ? ഫൈൻഡ് ദ പ്രസന്റ് സാലറി ഓഫ് ലക്ഷ്മൺ. ലക്ഷ്മണന്റെ പ്രസന്റ് സാലറി എന്താ? ഇതൊക്കെ പഴയ സാലറിയാണ്. പ്രസന്റ് സാലറി എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലെ. 18ന് 18 യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യണം? 43 യൂണിറ്റ് 43 × 100 ആണെങ്കിൽ 18 യൂണിറ്റ് 18 × 100 ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. ഓക്കെ, 4 പേര് പറഞ്ഞിട്ടുണ്ട് ഡി. ഒരാൾ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇതാണ് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയത് അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ഇതൊന്ന് ആഴത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകില്ല. ഡയറക്റ്റ് ഈ 3ഉം 2ഉം 5ഉം 4ഉം വാല്യൂ നോക്കേണ്ട LCM ഒക്കെ എടുത്ത് പെട്ടെന്ന് നിങ്ങൾ ചെയ്യും. പക്ഷെ ആദ്യം ഞാനത് പറയാൻ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി സ്പീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യം തന്നെ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാവരും തലയിൽ കൈ വെച്ചിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ ആണോ? പോട്ടെ. ഇത് സിമ്പിൾ ആണ്, ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യം തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. 2 നമ്പേഴ്സിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 11:2. രണ്ടും 7 കുറച്ചപ്പോൾ റേഷ്യോ എന്തായി മാറി? 5:9 ആയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ അബ്സല്യൂട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ നമ്പേഴ്സ്. ഈ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ചോദ്യം. റേഷ്യോ വന്നിട്ടുണ്ട് 11:9. അത് റേഷ്യോ ആണ്, അത് കറക്റ്റ് നമ്പർ അല്ല അല്ലേ. ഇവിടെ നോക്കി ഇവിടെ ഡിഫറൻസ് 11ഉം 19ഉം
ഡിഫറൻസ് 8 ആണ്. അപ്പൊ 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അങ്ങനെ ഓപ്ഷൻ ബി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 8ന്റെ മൾട്ടിപ്പിൾ നമുക്ക് എപ്പോഴും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം 8ഒക്കെ താഴെ ഒരു 2 വന്നാൽ കട്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ 7, 11, 13 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തന്നെ പറയാം. കാരണം അതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അതിന്റെ താഴെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ. പ്രവിത പി എന്ന് പറയുന്നുണ്ട്, അമല ബി എന്ന് പറയുന്നുണ്ട്. നോക്കുക, ഇത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഏജിന്റെ പ്രോബ്ലത്തിലും യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഏജിന്റെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടുപേർക്ക് കൂടുന്ന വയസ്സൊക്കെ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ആ കൺസെപ്റ്റിനാണ് ഇവിടെ. നോക്കിയേ, രണ്ടുപേരുടെ ഇപ്പൊ ഏജിന്റെ പ്രോബ്ലം ആക്കി ഒന്ന് മാറ്റി നോക്കിയേ. രണ്ടുപേരുടെ വയസ്സ് 11:19 ആണ്. സബ്ട്രാക്റ്റഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പ്. അവരുടെ റേഷ്യോ 5:9 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വയസ്സിന്റെ ഡിഫറൻസ് ആ സെയിം ക്വസ്റ്റ്യൻ ആണ്, അതിന് പകരം നമ്പർ ആക്കിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതേ മോഡൽ തന്നെയാണ് ഏജിന്റെ പ്രോബ്ലത്തിനും ചെയ്യുക. അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഏജിന്റെ പ്രോബ്ലം എത്തുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. സംഭവത്തിലേ ഉള്ളൂ, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 11:19 ആണ്. ഓക്കെ ആണോ? രണ്ടിൽ നിന്നും സെയിം നമ്പറാണ് കുറക്കുന്നത്. രണ്ടിൽ നിന്നും 7 കുറച്ചാൽ എന്ത് കിട്ടും? 5:9. ശരിക്കും ഇത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, ഈ നമ്പർ 11x-ഉം 19x ആണ് ഈ നമ്പർ എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്ന് രണ്ടിൽ നിന്നും 7 കുറച്ചാൽ, അതായത് 11x-ന്ന് 7 കുറക്കുക, അതുപോലെ തന്നെ 19x-ന്ന് 7 കുറച്ചാൽ കിട്ടുന്ന റേഷ്യോ ആണ് എന്ത്? 5/9. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് കാണണം. എക്സ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കണ്ടാൽ പിന്നെ 11x 19x ഡിഫറൻസ് എന്താ? 8x കണ്ടാൽ മതി, ആൻസർ കിട്ടും. പക്ഷെ ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ്, അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ പറയാം. നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞു രണ്ടിൽ നിന്നും കുറക്കുന്നത് സെയിം നമ്പറാണ്. ഏതാണ്? 7 എന്ന് പറഞ്ഞ നമ്പറാണ് രണ്ടിൽ നിന്നും കുറക്കുന്നത്. നമ്മൾ രണ്ട് നമ്പർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് നമ്പറിൽ നമ്മൾ സെയിം നമ്പർ കുറച്ചാലും ഡിഫറൻസ് മാറില്ല കേട്ടോ. അതായത് ആ നമ്പർ ഇപ്പൊ ഉദാഹരണത്തിന് 20ഉം 12, നമുക്കറിയാം ഡിഫറൻസ് എന്താണ്? 8 ആണ് അല്ലെ? ഈ രണ്ട് നമ്പറിൽ നിന്ന് ഞാൻ 5 കുറച്ചു, സെയിം നമ്പർ കുറച്ചു, അപ്പോൾ എന്ത് കിട്ടും? 15, 7. നോക്കിയ ഡിഫറൻസ് എന്താ? 8 ആണ്. അപ്പൊ രണ്ട് നമ്പറിലേക്ക് സെയിം നമ്പർ ആഡ് ചെയ്താലും സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്താലും എന്ത് ചെയ്യില്ല? ഡിഫറൻസ് മാറൂല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഞാൻ ഈ രണ്ട് നമ്പറിലേക്ക് സെയിം നമ്പർ കുറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെയുള്ള ഡിഫറൻസ് തന്നെ ആയിരിക്കണം ഇവിടെയുള്ള ഡിഫറൻസ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താ? 19ഉം 11ഉം ഡിഫറൻസ് എത്ര കിട്ടും? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ നോക്കുമ്പോൾ 5ഉം 9ഉം ഡിഫറൻസ് 4 ആണ്. അപ്പൊ ഡിഫറൻസ് വേറെ ആകാൻ പാടില്ല, ഡിഫറൻസ് സെയിം ആവണം. അപ്പൊ നമ്മൾ റേഷ്യോയിൽ ഡിഫറൻസ് സെയിം ആക്കി നോക്കി. ഇവിടെ 8 ആണ്, ഇവിടെ 4 ആണ്. ഈ 4 ഉള്ളത് 8 ആവണമെങ്കിൽ ഇതിന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഫസ്റ്റത്തെ ഒന്നും ചെയ്യേണ്ട, 11ഉം 19. രണ്ടാമത്തെ റേഷ്യോന് 2 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കിയേ, 10ഉം പിന്നെ എത്രയാ? 9 × 2 18. നോക്കിയേ, ഇപ്പൊ ഡിഫറൻസ് സെയിം ആയില്ലേ? റേഷ്യോ മാറിയതുമില്ല അല്ലെ? റേഷ്യോ 5:9 തന്നെയാണ്. ഡിഫറൻസ് ഇവിടെ 8, ഇവിടെ 8 അല്ലെ? ഡിഫറൻസ് രണ്ടും 8 ആണ്. ഇങ്ങനെ നിങ്ങൾ ഡിഫറൻസ് ഈക്വൽ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡിഫറൻസും ഈക്വൽ ആവും. നോക്കിയേ, 11 - 10 1, 19 - 18 1. കാരണം നമ്മൾ ഇവിടെ കുറക്കുന്നതും സെയിം വാല്യൂ ആണ്. ഇപ്പൊ നോക്കിയേ, 11 10 ആയപ്പോൾ എത്ര കുറച്ചു? 1 യൂണിറ്റാ കുറച്ചത്. അതുപോലെ തന്നെ 19 18 ആയപ്പോൾ 1 യൂണിറ്റാ കുറച്ചത്. ആ കുറച്ച വാല്യൂ 1 യൂണിറ്റ് എത്ര എന്നുള്ള ക്വസ്റ്റ്യനോട് പറഞ്ഞിട്ടുണ്ട്? 7 യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ കുറച്ച 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 - 18 അല്ലെങ്കിൽ 18 - 10, 19 - 11 എല്ലാം എന്താണ്? 8 ആണ്. അപ്പൊ 1 യൂണിറ്റ് 7 ആണെങ്കിൽ 8 യൂണിറ്റ് എന്താ? 8 × 7 56 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിൽ സെയിം നമ്പർ ആഡ് ചെയ്യുക, സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, അതിന്റെ ഡിഫറൻസ് സെയിം ആക്കിയാൽ മതി. ഓക്കെ ആണോ? ഡിഫറൻസ്, അത് രണ്ട് റേഷ്യോന്റെ ഡിഫറൻസ് സെയിം ആക്കുക. ഡിഫറൻസ് സെയിം ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറക്കുന്ന കൂട്ടുന്ന വാല്യൂ ഒക്കെ സെയിം ആയിട്ട് കിട്ടും. അപ്പൊ ആ ഒരു ഇതിപ്പോ 2 യൂണിറ്റ് ആണെങ്കിൽ 2 യൂണിറ്റ് ആണ് 7 വരിക. ഇതിപ്പോ ഡിഫറൻസ് 3 യൂണിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ് ആണ് 7 വരിക കേട്ടോ. ഇവിടെ അതിന്റെ ആവശ്യമില്ല, 1 യൂണിറ്റ് കിട്ടും, 7 കിട്ടും. ഓക്കെ ആണോ? ഇത് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു മെത്തേഡ് എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് മെത്തേഡിനെ ഒരു ചെറുതാക്കി പറയുന്ന പരിപാടിയാണ്. അത് നമ്മൾ എവിടെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ പല പല വാല്യൂസ്, ഡിഫറെന്റ് വാല്യൂസ്, അതായത് ഇപ്പൊ ഈ 7 രണ്ട് സ്ഥലത്ത് കുറക്കുന്നതിന് പകരം ഒരു നമ്പറിലേക്ക് 7 കുറച്ചു, മറ്റേ നമ്പറിലേക്ക് 9 കൂട്ടി, ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് ചെയ്യും. അത് ഞാൻ വരുന്ന ക്വസ്റ്റ്യനിൽ പറയും കേട്ടോ. ഇവിടെ നമുക്ക് എന്താണ്? സെയിം നമ്പർ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഈ റേഷ്യോ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് റേഷ്യോ നോക്കിയിട്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇവിടെയും എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് ഈ ഡിഫറെന്റ് നമ്പേഴ്സ് ആകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ അടുത്ത് നോക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യമാണ്. The ratio of the income of Amar and Komal is 5:4 and the ratio of their expenditure is 2:1. If each of them saves ₹6,000 per month, then find the income of Amar. ഇതും കുറച്ച് മുമ്പത്തെ ചോദ്യം തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. എല്ലാം ക്വസ്റ്റ്യൻ സെയിം ആണ് കേട്ടോ. പറയുന്ന വാക്കുകൾ മാത്രമേ മാറുന്നുള്ളൂ.
നേരത്തെ ചോദ്യത്തിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇൻകം ആണ് ആ നമ്പർ. അമറിന്റെ കോമളുടെ ഇൻകം ആണ് 5:4. ഇനിയോ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ, രണ്ട് നമ്പറിൽ നിന്നും 7 കുറച്ചപ്പോൾ അല്ലേ, 7 കുറച്ചപ്പോൾ ബാക്കി കിട്ടിയതാണ് റേഷ്യോ. ഇവിടെ 7 കുറക്കുന്നതിന് പകരം പറഞ്ഞിട്ടുണ്ട് എന്താണ്, സേവിങ്സ് 6000. സേവിങ്സ് 6000, രണ്ടുപേരുടെയും സേവിങ്സ് സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താ, ഈ ഇൻകത്തിൽ നിന്ന് 6000 കുറച്ചാൽ ബാക്കി കിട്ടുന്നതല്ലേ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. അപ്പൊ ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 2:1. അതായത് ഇൻകത്തിൽ നിന്ന് രണ്ടുപേരുടെ ഇൻകത്തിൽ നിന്ന് 6000 കുറച്ചാൽ കിട്ടുന്ന റേഷ്യോ ആണ് എന്ത്, ഈ 2:1 എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണ് വേറെ രീതിയിൽ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻകത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞേ, ഇൻകത്തിന്റെ റേഷ്യോ 5:4 ആണ്. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 2:1 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു സെയിം നമ്പർ ആണ്, സെയിം സേവിങ്സ് ആയതുകൊണ്ട് തന്നെ ഇൻകത്തിന്റെ ഡിഫറൻസും എക്സ്പെൻഡിച്ചറിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. കാരണം ഇതിൽ നിന്ന് ഈ ഇൻകത്തിൽ നിന്നും 6000 കുറക്കുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ കിട്ടുക, ഈ ഇൻകത്തിൽ നിന്നും 6000 കുറക്കുമ്പോഴാണ് ഇതിന്റെ എക്സ്പെൻഡിച്ചർ കിട്ടുക. അപ്പൊ ഞാൻ നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു രണ്ടിൽ നിന്നും സെയിം നമ്പർ കുറച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ത് ചെയ്യില്ല, മാറൂല. അപ്പൊ ഇവർ ഇൻകത്തിന്റെ ഡിഫറൻസ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ എക്സ്പെൻഡിച്ചറിന്റെ ഡിഫറൻസും, കാരണം സേവിങ്സ് സെയിം ആണ്. അപ്പൊ ഡിഫറൻസ് സെയിം ആക്കി നോക്കിയേ, 2ഉം 1ഉം ഡിഫറൻസ് എത്രയാ 1, 5ഉം 4 ഡിഫറൻസ് എത്രയാ 1. അപ്പൊ ഓൾറെഡി ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾ സെയിം ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ നമ്പർ അതുപോലെ എടുത്താൽ മതി. നോക്കിയേ, 5 ഇൻകം, എക്സ്പെൻഡിച്ചർ 2, കുറയുന്നത് എത്രയാണ് 3. ഇവിടെ 4ഉം 1ഉം കുറയുന്നത് എത്രയാ 3. അത് സെയിം ആവും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഡിഫറൻസ് സെയിം ആയി കഴിഞ്ഞാൽ ഈ കുറയുന്ന വാല്യൂയും 5 ഉള്ളത് 2 ആവുക എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 3 അല്ലേ, 4 1 ആവുന്ന ഡിഫറൻസ് 3 അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഇവിടെയും 3 ഇവിടെയും 3 അല്ലേ. ഈ 3 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എത്രയാ 6000. ആ സേവിങ്സ് 3 യൂണിറ്റ് 6000 ആണെങ്കിൽ നമുക്കറിയാം 3 × 2000 ആണ് 6000. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് എന്ത്, 2000. ഒരു യൂണിറ്റ് 2000 ആണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ, ഫൈൻഡ് ദ ഇൻകം ഓഫ് അമർ. അമറിന്റെ ഇൻകം എത്ര എന്ന ചോദ്യം അല്ലേ. അപ്പൊ ഇവിടെ ഇതാണ് അമർ, ഇതാണ് കോമൾ അല്ലേ. അമറിന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 2000 ആണെങ്കിൽ 5 യൂണിറ്റ് എന്താ, 5 × 2000 എന്ന് പറഞ്ഞാൽ 10000. ഇനി കോമളിന്റെ ഇൻകം ആണ് ചോദിച്ചെങ്കിലോ 4 യൂണിറ്റ്, 4 × 2000 8000 കിട്ടും. ഇനി ചോദ്യം എന്താണ്, അമറിന്റെ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചെന്ന് വിചാരിക്കുക. അമറിന്റെ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ 2 യൂണിറ്റ്, 2 യൂണിറ്റ് 2 × 2000 4000. ഇനി കോമളിന്റെ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചെങ്കിൽ ഒരു യൂണിറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 2000. ഓക്കെ ആണോ? അതെ. കോപ്പിക്ക് പറയുന്നത് 3 × 6000, അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് 10,000. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡും ചെയ്യണ്ട. ഈ വാല്യൂസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. കാരണം ഇവിടെ ഓൾറെഡി ഡിഫറൻസ് സെയിം ആണ്. ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ മാത്രം നമ്മൾ സെയിം ആക്കിയാൽ മതി. ഇവിടെ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ 3 യൂണിറ്റ് ആണ് 6000, ഒരു യൂണിറ്റ് 2000, അങ്ങനെ 5 യൂണിറ്റ് 10000. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യ്. അതെ, ഇവിടെയാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ സാധനം നേരത്തെ ആരാ പറഞ്ഞേ, അതെ അവർ പറഞ്ഞത് യൂസ് ചെയ്ത്. നോക്കിയേ, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 9:5 ആണ്. 9 is added to the greater number and 5 is subtracted from the smaller number. The greater number becomes thrice the smaller one. അതെ, നേരത്തെ ചെയ്ത പോലെയല്ല അല്ലേ. നേരത്തെ രണ്ട് നമ്പറിലേക്കും നമ്മൾ സെയിം നമ്പർ ആണ് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇവിടെയോ ഡിഫറെന്റ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റത്തിൽ 9 നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തിൽ 5 എന്താണ്, കുറക്കുകയാണ്. അപ്പൊ ഒരു രണ്ട് നമ്പർ നിന്ന് വ്യത്യസ്ത നമ്പറുകൾ കുറച്ചാലോ കൂട്ടിയാലോ അതിന്റെ ഡിഫറൻസ് മാറും അല്ലേ. ഞാൻ പറഞ്ഞു സെയിം നമ്പർ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഡിഫറൻസ് മാറൂല, പക്ഷെ ഡിഫറെന്റ് നമ്പർ ആണെങ്കിൽ എന്തായാലും ഡിഫറൻസ് മാറും കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടതാണ് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം കേട്ടോ. അതുള്ളൂ, വേറെ സൊല്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല. ആ ഡയറക്റ്റ് മെത്തേഡിനെ നമ്മൾ ഒന്നും കൂടി ചുരുക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നോക്കിയേ, ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് എന്താ, രണ്ട് നമ്പേഴ്സ് നമ്മളെ റേഷ്യോ 9ഉം 5ഉം ആണ്. അപ്പൊ നമ്മൾ 9x ഉം 5x എടുക്കും. ഇതാണ് നമ്പേഴ്സ്. എക്സ് എത്രയാന്ന് കിട്ടിയാൽ നമ്പേഴ്സ് കിട്ടും അല്ലേ. പക്ഷെ എക്സ് എത്ര നമുക്ക് അറിയില്ല, അതിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അപ്പൊ 9x ഉം 5x ആണ്. ഇനി ഫസ്റ്റത്തെ നമ്പറിലേക്ക് എന്താണ്, 9 ആഡ് ചെയ്തു അല്ലേ. അപ്പൊ നമ്പർ എന്താകും, 9x plus 9 ആണ്. രണ്ടാമത്തെ നമ്പറിലേക്കോ 5 കുറച്ചു, അപ്പൊ 5x minus 5. ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ റേഷ്യോ എന്താ പറഞ്ഞിട്ടുള്ളത്, then the greater number becomes thrice the smaller one. ഈ രണ്ട് നമ്പർ നമ്മൾ റേഷ്യോ എന്താണ്, 3:1 ആണ്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയേ, 9x plus 9 divided by 5x minus 5 എന്ന് പറഞ്ഞാൽ 3:1 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടിയാൽ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ ഏതാ നമുക്ക് വേണ്ടത്, എന്താ നമുക്ക് വേണ്ടത്, ഫൈൻഡ് ദ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് എക്സ് കിട്ടിയാൽ ഈ രണ്ട് നമ്പേഴ്സിനെ കൊടുക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ എന്ത് കിട്ടും, എക്സ് സോൾവ് ചെയ്യാൻ എന്ത് കിട്ടും, ഇവിടെ 9x plus 9 into 1 ആണ്. അപ്പൊ ഒരു സൈഡിൽ 9x ഉണ്ടാവും, മറ്റേ സൈഡിലോ 5x minus 5 into 3 ആണ്. അപ്പൊ 3 into 5x 15x അല്ലെ. 1 into 9x 9x. അപ്പൊ 9x ഒരു സൈഡിൽ ഉണ്ടാവും, ഒരു സൈഡിൽ 15x ഉണ്ടാവും.
ഒരു സൈഡിലോട്ട് വരുമ്പോൾ എന്താവും 6x ആവും. ഓക്കെ ആണോ? ഇനി ഇവിടെയോ 9 × 1. ഇപ്പൊ വേരിയബിൾ ടൈം നമ്മൾ കഴിഞ്ഞു. ഇനി കോൺസ്റ്റന്റ് ടൈം എന്താ? 9 × 1 3 × 5 അല്ലെ? 3 × 5 അല്ല, 3 × -5 ആണ്. അപ്പൊ ഒരു സൈഡിൽ മൈനസും ഒരു സൈഡിൽ +9. രണ്ടു ഒരു സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? ആഡ് ചെയ്യണം അല്ലെ? ജസ്റ്റ് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒറ്റ സ്റ്റെപ്പിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ തന്നെ പറയാം കേട്ടോ. ഇവിടെ 9 ആണ്, ഇവിടെ 15 ആണ്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് രണ്ടു ഒരു സൈഡിലോട്ട് പോകുമ്പോൾ 15 + 9 എന്താണ്? 24 ആണ്. എക്സ് എന്ത് കിട്ടും? 24/6 അല്ല, 24/6 4 കിട്ടും. അപ്പൊ എക്സ് 4 ആണെങ്കിൽ നമ്പർ ഏതൊക്കെയാ? 9 × 4 36, 5 × 4 20. ഏത് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്പർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ? ഓപ്ഷൻ തിരിച്ചു പോവാ അല്ലെ? ഓപ്ഷൻ തിരിച്ചു പോകുമ്പോൾ എന്താ? കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് 9 ആഡ് ചെയ്തിട്ട് മറ്റേ നമ്പറിൽ നിന്ന് 5 കുറച്ചാൽ റേഷ്യോ എന്തായിരിക്കണം? 3:1 ആയിരിക്കണം. അങ്ങനത്തെ നമ്പർ ഏത് നോക്കിയാൽ മതി. ഇവിടുന്ന് 9 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 36ക്ക് 9 ആഡ് ചെയ്താൽ 45 കിട്ടും. 10ന്ന് 5 കുറച്ചാലോ 5 കിട്ടും. ഇത് 3:1 ആണോ? അല്ല, ഇത് 9:1 ആണ് അല്ലെ? ഇനി ഇതിലേക്ക് 9 ആഡ് ചെയ്താലോ? 9 ആഡ് ചെയ്താൽ 81 ആവും. 5 കുറച്ചാൽ 35 ആവും. 3:1 ആണോ? അല്ല. ഇവിടെ 9 ആഡ് ചെയ്താൽ 27, 5 കുറച്ചാൽ 5. 27:5 എന്ന് പറഞ്ഞാൽ 3:1 ആണോ? അല്ല. ഇവിടെ നോക്കിയേ, 9 ആഡ് ചെയ്താൽ 45, 5 കുറച്ചാൽ 15. 45:15 എന്ന് പറഞ്ഞാൽ 3:1 അല്ലേ? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓപ്ഷൻ തിരിച്ചു പോകാന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഒന്നും ആലോചിക്കാൻ നിൽക്കേണ്ട, ഒറ്റയടിക്ക് ഓപ്ഷൻ തിരിച്ചു പോകും. ഇനി അതല്ല, നമ്പേഴ്സ് അല്ല, വേറെ എന്തെങ്കിലും ചോദിച്ചതെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. ഇനി ഈ ഡയറക്റ്റ് മെത്തേഡിനെ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ചെറുതാക്കുന്നതാണ് എന്ത്? ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആ തന്നിരിക്കുന്ന റേഷ്യോ പഠിച്ചു വെക്കട്ടോ. ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റനിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്, എല്ലായിടത്തും ചെയ്യാൻ പറ്റും. 9:5 ആണ് നമ്പർ. ഇനി 9 കൂട്ടി 5 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഷ്യോ എന്താ? 3:1 ആണ്. ഇത് രണ്ടും ഇങ്ങനെ എഴുതുക. എന്നിട്ട് താഴെ ഒരു വര വരച്ചിട്ട് ഇതിലേക്ക് എന്താ ആഡ് ചെയ്തത്? +9 അല്ലേ? ഇതിലേക്ക് എന്താ ആഡ് ചെയ്തതല്ല, ഇത് സബ്ട്രാക്ട് ചെയ്യുക ചെയ്ത്. അപ്പൊ -5 ഇങ്ങനെ എഴുതിയ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 9 × 1 5 × 3 ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. 9 × 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. 15 × 9 ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം 6. ഈ 6 യൂണിറ്റ് എത്രയാന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ്. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 3 × -5 1 × 9 ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. നമുക്കറിയാം 1 × 9 എന്ന് പറഞ്ഞാൽ 9. 3 × -5 എന്ന് പറഞ്ഞാൽ -15. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 9 - -15 എന്ത് കിട്ടും? 9 - -15 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ 9 + 15 എന്ത് കിട്ടും? 24. മനസ്സിലായോ? 6 യൂണിറ്റ് 24 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്താ? ഒരു യൂണിറ്റ് 4 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത ഡയറക്റ്റ് മെത്തേഡിന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയതാണ്. നോക്കിയേ, നമുക്കൊരു സൈഡിൽ 6x കിട്ടി, മറ്റേ സൈഡിൽ 24 കിട്ടിയില്ലേ? ആ സാധനം തന്നെ ഒന്ന് ഷോർട്ട് ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ, ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. അപ്പൊ ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 9 യൂണിറ്റ് കിട്ടും, 5 യൂണിറ്റ് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു യൂണിറ്റ് 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനത് കൊടുക്കാൻ പോയത് ഈ കാണുന്ന റേഷ്യോക്ക് ആ യൂണിറ്റ് കൊടുക്കാൻ പോയത്. കാരണം ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 3 യൂണിറ്റ് 12, ഇവിടെ ഒരു യൂണിറ്റ് 4 എന്ന് പറയാൻ പോയത്. അത് അപ്ലിക്കബിൾ ടു ഈ രണ്ട് റേഷ്യോക്ക് മാത്രം. ഈ മുകളിൽ ഏത് റേഷ്യോ ഏതാണോ അതിന് മാത്രമാണ് എന്ത്? ഈ ഒരു യൂണിറ്റ് 4 എന്നുള്ളത് അപ്ലിക്കബിൾ. അതായത് ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ 9 യൂണിറ്റ് 36, 5 യൂണിറ്റ് 20. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഈ ഒരു യൂണിറ്റ് 4 കിട്ടുമ്പോൾ ഈ റേഷ്യോക്ക് പോയിട്ട് കൊടുക്കരുത്. ഇതാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡിന്റെ പ്രശ്നം. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഒരു യൂണിറ്റ് എത്രയെന്ന് കിട്ടിയാൽ നമുക്ക് എല്ലാ റേഷ്യോയിൽ ഏത് വാല്യൂസും നമുക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് ഒരു വലിയൊരു മെത്തേഡ് എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ കേട്ടോ. സാർ ഒന്നുകൂടി മെത്തേഡ് പറയുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതേ മോഡൽ ക്വസ്റ്റൻ നമ്മൾ അടുത്ത ക്വസ്റ്റൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ചെയ്തു നോക്കിയേ. ഇവിടെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് വരുണിന്റെ അനിലിന്റെ ഇൻകത്തിന്റെ റേഷ്യോ 12:13 ആണ്. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 10:13 ആണ്. സേവിങ്സ് നോക്കിയേ 2100 1300 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യത്തിൽ സേവിങ്സ് സെയിം ആയിരുന്നു. സേവിങ്സ് സെയിം ആയതുകൊണ്ട് നമുക്കറിയാം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ രണ്ടുപേരുടെയും സെയിം ആണ് അല്ലെ? സേവിങ്സ് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഡിഫറൻസ് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും സേവിങ്സ് വേറെ വേറെയാണ്. ഒരാൾ സേവിങ്സ് 2100 ആണ്, അടുത്ത ആള് 1300 ആണ്. അപ്പൊ പിന്നെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇൻകത്തിന്റെ റേഷ്യോ ആരൊക്കെയാണ്? വരുണും അനിലും. ഇൻകത്തിന്റെ റേഷ്യോ 12:13 ആണ്. ഇനിയോ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 10:13 ആണ്. ഇനിയോ ഒന്ന് പറഞ്ഞേ, സേവിങ്സ് എത്രയാ? 2100 അല്ലേ? 2100. സേവിങ്സ് നമുക്കറിയാം ഇത് ഇൻകം അല്ലേ, ഇത് എക്സ്പെൻഡിച്ചർ അല്ലേ?
ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറക്കുന്ന സേവിങ്സ്. അത് ഈ ഫസ്റ്റത്തെ റേഷ്യോയിൽ നിന്ന് 2100 കുറക്കുന്നതാണ്, ഇവിടെയും കുറക്കുന്നതാണ്. അപ്പൊ രണ്ടും മൈനസ് ആണെങ്കിൽ നമുക്ക് പിന്നെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ മാത്രം നമ്മൾ മെയിൻ ചെയ്താൽ മതി. ഇവിടെ കുറക്കുകയാണ് 2100, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈനസ് കൊടുക്കാം, ഇനി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, കാരണം ഇവിടെ മൈനസ് ആണ്. നോക്കിയേ ഇവിടുത്തെ സേവിങ്സ് എത്രയാണ്? 1300 ആണ്. അപ്പൊ രണ്ടും മൈനസ് ആയതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പ്ലസും ഒന്ന് മൈനസ് ആകുമ്പോൾ മാത്രം നിങ്ങൾ സൈന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് രണ്ടും പ്ലസ് ആണെങ്കിലും ശ്രദ്ധിക്കണ്ട, രണ്ടും മൈനസ് ആണെങ്കിലും ശ്രദ്ധിക്കണ്ട. ഇനി നോക്കിയേ, ഇനി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാം? ഒന്ന് 12 × 13, ഇവിടെ 13 × 10, അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നോക്കിയേ. 12 × 13 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 156 ആണ് അല്ലെ. 13 × 10 130 ആണ്. ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 156ന്റെ 130ന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 26 ആണ്. ഇനി 26 യൂണിറ്റ് എത്രയാന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ് കേട്ടോ. അത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, പക്ഷെ എന്നാലും സിമ്പിൾ ആയിട്ട് കിട്ടും. 26 യൂണിറ്റ് എത്രയാന്നുള്ളത് കാണാൻ പോവാ കേട്ടോ. 10 × 1300 എത്ര കിട്ടും? 10 × 1300 എന്ന് പറഞ്ഞാൽ 13000 അല്ലെ. 2100 × 13 എത്ര കിട്ടും? 2100 × 13 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നോക്കിയേ? 0 പോട്ടെ. 21 × 13 എത്രയാണ്? 21 × 10 എന്ന് പറഞ്ഞാൽ 210. 210ഉം 21 × 3 എന്ന് പറഞ്ഞാൽ 63. അപ്പൊ 273 അല്ലെ. 273 പിന്നെ 2 0. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എത്രയെന്ന് പറഞ്ഞാൽ, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 13000 27300 ഡിഫറൻസ് 14300. അപ്പൊ 26 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14300 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ ഇൻകം ഓഫ് ഫൈൻഡ് ദർ ഇൻകം റെസ്പെക്റ്റീവ്ലി അല്ലെ. അതായത് നമുക്ക് കാണണം ഈ 12 യൂണിറ്റും കാണണം, 13 യൂണിറ്റും കാണണം. അതിന് നോക്കിയേ, 26 യൂണിറ്റ് ആണ് 143.00 അല്ലെ. ഒരു യൂണിറ്റ് എത്രയാണ്? 143.00 ഡിവൈഡഡ് ബൈ 26. ഇതാണ് ഒരു യൂണിറ്റ്. ഈ ഒരു യൂണിറ്റ് എത്ര കിട്ടും നോക്കിയേ? രണ്ടും ചെറുതാക്കാൻ പറ്റുമോ? പറ്റും, കാരണം ഇത് 13ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 13ന്റെ മൾട്ടിപ്പിൾ ആണ്. എത്ര കിട്ടും? 143 13ന്റെ എങ്ങനെയാണ്? 13 × 11 ആണ് അല്ലെ. താഴെ 13 × 2 ആണ്. അപ്പൊ 1100/2 എന്ന് പറഞ്ഞാൽ 550. അപ്പൊ ഒരു യൂണിറ്റ് 550 കിട്ടി. നമുക്ക് ഇൻകമിൽ കാണേണ്ടത് 12 യൂണിറ്റ് 13 യൂണിറ്റ് കാണാം അല്ലെ. അപ്പൊ 12 യൂണിറ്റ് പറഞ്ഞാൽ 12 × 550. 12 × 550 എത്ര കിട്ടും നോക്കിയേ? കാൽക്കുലേഷൻ ആട്ടോ, കാൽക്കുലേഷൻ പെട്ടെന്ന് മനസ്സിൽ വരണം. 12 × 550 എന്ന് പറഞ്ഞാൽ 55 × 12 എന്ന് പറഞ്ഞാൽ 55 × 10 550 ആണ്. അതിന്റെ കൂടെ 55 × 2 110 ആഡ് ചെയ്താൽ 660 അല്ലെ. എത്ര കിട്ടും? ഓപ്ഷൻ സി മാത്രമാണ് 6600. 660 അല്ല, ഒരു 0 കൂടി വരുന്നുണ്ട്. 6600 വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഇനി 13 യൂണിറ്റ് ആണെങ്കിലോ 13 × 550 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 7150 കിട്ടും. ഓക്കെ ആണോ? സംഭവം വാല്യൂസ് കാൽക്കുലേറ്റീവ് ആയതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂസിങ് വന്നത്. പക്ഷെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. അതേപോലെ തന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. ആ 26 യൂണിറ്റ് ആയിരിക്കും 14300. ഓക്കെ ആണോ? ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് മനസ്സിലായി എങ്ങനെ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് വലിയൊരു സംഭവം ഒന്നുമല്ല, ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ ചെയ്യുന്ന ഡയറക്റ്റ് എക്സും വൈ ഇട്ട് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡിനെ ഒന്ന് ചെറുതാക്കിയതാണ്. അതിനാണ് ഞാൻ നേരത്തെ ചെയ്തപ്പോൾ ഡയറക്റ്റ് മെത്തേഡും പറഞ്ഞത്. അപ്പൊ ആരോ പറഞ്ഞു ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡും ചെയ്യാന്നല്ലേ. അപ്പൊ രണ്ടും ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അതവിടെ നിർത്തുകയാണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിന് ഡിഫറൻസ് സെയിം ആണെങ്കിലും ഇല്ലെങ്കിലും ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് ചെയ്ത് നോക്കുക. സൈൻ നോക്കണ്ട ഇവിടെ കേട്ടോ. സൈൻ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു രണ്ടിലേക്കും ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ രണ്ടിലേക്കും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇതിന് മുമ്പത്തെ എല്ലാത്തിനും മുമ്പ് ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു, ഒന്നിലേക്ക് 9 കൂട്ടി മറ്റതിൽ 5 കുറച്ചു. അവിടെ രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണ്. ഒന്നിലേക്ക് +9 ആണ്, മറ്റതിൽ -5 ആണ്. അപ്പൊ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിയാൽ സേവിങ്സ് പറഞ്ഞാൽ 2ൽ നിന്നും കുറക്കുന്നതല്ലേ. അപ്പൊ രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ സൈൻ നോക്കണ്ട. രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിലും സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? സൈൻ നോക്കണ്ട കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ്. An amount of ₹1540 was divided among A, B, C in such a way that A get a share equal to 2/9 of the sum of shares of B and C. B got share equal to 3/11 of the sum of shares of A and C. Find the share of C. ഇതൊക്കെ CGL-നൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻ കേട്ടോ. ഇത് RRB NTVS-ക്കും ചോദിച്ച ചോദ്യം. നോക്കിയേ, എന്റെ ഷെയർ എന്ന് പറഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 2/9 ഓഫ് B + C എന്നാണ്. B + C, ബിക്കും സിക്കും കിട്ടിയ എന്താണോ അതിന്റെ 2/9 ആക്കി കിട്ടിയത് എക്ക് കിട്ടിയത്. രണ്ടാമത്തെ കണ്ടീഷനോ B got a share equal to 3/11 of what? A + C അല്ലെ. A + Cക്ക് കിട്ടിയതിന്റെ 3/11 ആണ് ബിക്ക് കിട്ടിയത്. B + C കിട്ടിയതിന്റെ 2/9 ആണ് എക്ക് കിട്ടിയത്. ഞാൻ അതൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒന്നുമില്ല, എനെയും ബിനെ സീനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പൊ A ബൈ ഈ B + C നെ ലെഫ്റ്റ് സൈഡിൽ വന്നത് A ബൈ B + C അല്ലെ. എത്ര കിട്ടും? 2/9 ആണ് റേഷ്യോ.
രണ്ടാമത്തതോ ബി ബൈ എ പ്ലസ് സി, എത്ര കിട്ടും? 3/11 ആണ്. ഓക്കെ ആണോ? ഇനി നോക്കുക, ഇവിടെ സിമ്പിൾ ആണ്. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ 2 യൂണിറ്റ് ആണെങ്കിൽ ബി പ്ലസ് സി എന്താണ്? 9 യൂണിറ്റ് ആണ്. ഇവിടെയോ ബി 3 യൂണിറ്റ് ആണെങ്കിൽ എ പ്ലസ് സി എന്താണ്? 11 യൂണിറ്റ് ആണ്, അല്ലെ? പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ എ ബി സി മാത്രമേ ഉള്ളൂ. എ ബി സി ഇവിടെയുണ്ട്. അപ്പൊ ടോട്ടൽ രണ്ട് സ്ഥലത്തും സെയിം ആണ്. ഇവിടെ എ ബി സി ഉണ്ട്, ഇവിടെ എ ബി സി ഉണ്ട്. പക്ഷെ ഇവിടെ ടോട്ടൽ നോക്കുമ്പോൾ നോക്കിയേ 2 + 9 11 ആണ്. ഇവിടെ ടോട്ടൽ നോക്കുമ്പോൾ 3 + 11 14 ആണ്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. അപ്പൊ ടോട്ടൽ എന്തായിരിക്കണം? രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കണം. സെയിം ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ് കണക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സെയിം ആക്കണം. കാരണം ഇവിടെ ഒരേപോലെ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് റേഷ്യോയും സിമിലർ ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, ഇവിടെ ടോട്ടൽ 11 ആണ്, ഇവിടെ ടോട്ടൽ 14 ആണ്. 11നെയും 14നെയും ഈക്വൽ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. 11നെ 14 കൊണ്ടും 14നെ 11 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ടോട്ടൽ 9 + 2 11 ആണ്. അപ്പൊ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 14 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 2 × 14 എന്ന് പറഞ്ഞാൽ 28. 9 × 14 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 126. നോക്കിയേ, ടോട്ടൽ എത്രയായി? 154 അല്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി 11 + 3 14 അതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? 3 × 11 33, 11 × 11 121. ഇപ്പൊ നോക്കി, ടോട്ടൽ സെയിം ആയിരിക്കും. 121 + 33 എന്ന് പറഞ്ഞാൽ 154 ആണ്. 126 + 28 എന്ന് പറഞ്ഞാൽ 154 ആണ്. രണ്ട് സ്ഥലത്തും 154 സെയിം ആയില്ലേ? എയും ബിയും സിയും ഉണ്ട്, എയും ബിയും സി എല്ലാം സെയിം ആണ്. ഇനി നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് A:B:C റേഷ്യോ ആണ്, അല്ലെ? A:B:C. ഈ റേഷ്യോ നമുക്ക് കിട്ടിയാൽ സുഖമായിട്ട് നമുക്ക് ഈ 1540 റേഷ്യോ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി റേഷ്യോ കാണാൻ ഒറ്റ ഐഡിയ ഉള്ളൂ. എന്താ? എ എന്ന് പറഞ്ഞാൽ 28 ആണ്. കാരണം ടോട്ടൽ നമ്മൾ സെയിം ആക്കിയില്ലേ? ബി എന്ന് പറഞ്ഞാൽ 33 ആണ്. ബാക്കിയുള്ളത് ആരാണ്? സി ആണ്. ബാക്കിയുള്ള സി എന്ന് പറഞ്ഞാൽ സീനെ എവിടുന്ന് കിട്ടും? നമുക്കറിയാം. ടോട്ടൽ നോക്കിയേ, ടോട്ടൽ രണ്ടും കൂടെ കൂട്ടിയാൽ 154 ആണ്. അതിൽ എ 28 ആണ്, ബി 33 ആണ്. ബാക്കിയുള്ളത് ആരാണ്? സി ആണ്. ബാക്കിയുള്ള എത്ര ഉണ്ടോ നോക്കിയേ, 28 33 കൂട്ടിയാൽ 61. 154ന്ന് 61 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 93, അല്ലെ? 93 ആണ് ആര്? സി. ഇതാണ് എയും ബിയും സിയും നമ്മൾ റേഷ്യോ. എ 28, ബി 33, സി 93. ഇനിയും ചെയ്ത് നോക്കിയേ, ഇപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി. ഇനി സിന്റെ ഷെയർ എത്രയാണെന്നാ ചോദ്യം. ടോട്ടൽ 3 കൂടെ കൂട്ടി നമ്മൾ നേരത്തെ കിട്ടി 154, അല്ലേ? ഈ 154 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 1540. എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കിയേ? ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് × 10. അപ്പൊ എന്റെ ഷെയർ കാണണമെങ്കിൽ 28 × 10 280. ബിന്റെ ഷെയർ കാണാൻ 33 × 10 330. സിന്റെ ഷെയർ കാണാൻ 93 × 10 930, അല്ലേ? ഇതിൽ ആരുടെ കണ്ടത്? സിന്റെ അല്ലേ കണ്ടത്? സിന്റെ കാണാൻ 930. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? അതെ, ഇപ്പൊ എല്ലാവരും കിട്ടി, അല്ലേ? ഈ റേഷ്യോ കാണാനാണ് പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് വാല്യൂസ് ഒന്ന് ഈക്വൽ ആക്കിയാൽ മതി കേട്ടോ. കാരണം ഇത് വേറെ റേഷ്യോ, ഇത് വേറെ റേഷ്യോ. ഇപ്പൊ A/B + 2:9 ആണ്. ഇവിടെ B/A + 3:11 ആണ്. ഇത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പൊ ഈ കണക്ഷൻ ഇല്ലാത്തൊരു സാധനം നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. കണക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണക്ഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ എയും ബിയും സി ഉണ്ട്, ഇവിടെ എയും ബിയും സി ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടും ടോട്ടൽ ഈക്വൽ ആണ്. A + B + ആണ് എല്ലായിടത്തും ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് 2A എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ 2AB ആവും. ഇവിടെ 2B എന്നാണെങ്കിൽ 2BAC. അപ്പൊ നമുക്ക് ടോട്ടൽ ഈക്വൽ അല്ല. പക്ഷെ ഇവിടെ ഒക്കെ എയും ബിയും സിയും ഓരോ ടൈമും ഉള്ളൂ. അപ്പൊ ടോട്ടൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതൊന്നും ചെയ്ത് നോക്കിയേ. ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നതോറും ക്വസ്റ്റ്യൻ ഈസി ആയി വരും കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻ എന്നല്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളാണ് ടഫ് ഒക്കെ. പക്ഷേ സ്ഥിരമായിട്ട് ഇത് ഒരുപാട് പ്രാവശ്യം കണ്ട ഒരാൾക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും. In a bag full of pencils, 3/4 of the pencils were colored pencils and 8/15 of the colored pencils were red. If there were 40 red pencils in the bag, what was the total number of pencils in the bag? ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ബാഗിൽ ഫുൾ പെൻസിൽ ആണ്. അതിൽ 3/4 പെൻസിൽസ് കളർഡ് പെൻസിലാണ്. അതിന്റെ അർത്ഥം ബാക്കി 1/4 കളർ പെൻസിൽ അല്ല. ഇനി ആ 3/4ൽ 8/15 എന്താണ്? റെഡ് കളർ പെൻസിലാണ്. മനസ്സിലായോ? പല കളറിലെ പെൻസിൽ ഉണ്ട്. കളർ പെൻസിൽ തന്നെ 3/4 ഉള്ളൂ. അതിൽ 8/5 എന്താണ്? റെഡ് കളർ പെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ റെഡ് കളർ പെൻസിൽ ഇവിടെ എത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബാഗിൽ എത്ര പെൻസിൽ ഉണ്ട് എന്നാ ചോദ്യം. ആകാശ് പറയുന്നു എ, അനുപ എ എന്ന് പറയുന്നു. ചെയ്തു നോക്കാം, അല്ലെ? അതായത് ഇവിടെ നോക്കുക, ഈ ബാഗിൽ ടോട്ടൽ P പെൻസിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയാം P പെൻസിലിന്റെ ആകെ 3/4 എന്തുള്ളൂ? കളർ പെൻസിലുള്ളൂ. ഈ P എന്ന് പറഞ്ഞ പെൻസിലിന്റെ 3/4 കളർ പെൻസിലുള്ളൂ, അല്ലേ? അപ്പൊ എത്രയാണ് കളർ പെൻസിൽ ഉള്ളത്? P എത്രയാണ് നമുക്കറിയില്ല. P ആണ് നമുക്ക് കാണേണ്ടത്. ഈ കാണുന്ന കളർ ഇപ്പൊ P × 3/4 ആണ് കളർ പെൻസിൽ. അതിന്റെ
8/15 ആണ് എന്ത് റെഡ് പെൻസിൽ അല്ലേ. ആകെ പി എന്ന് പറഞ്ഞ പെൻസിൽ ഉണ്ട് ബാഗിൽ, അതിന്റെ 3/4 ആണ് എന്തുള്ളത് 3/4 ആണ് കളർ പെൻസിൽ ഉള്ളത്, അതിന്റെ 8/15 ആണ് എന്ത് റെഡ് കളർ പെൻസിൽ ഉള്ളത് അല്ലെ. ഈ റെഡ് കളർ പെൻസിൽ എത്രയാന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 40. ഇത് നമുക്ക് പി കണ്ടൂടെ, സിമ്പിൾ ആയിട്ട് പി കണ്ടൂടെ, അത് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിയേ എത്ര കിട്ടും. ഈ 3ഉം 15ഉം പോയാൽ 5 കിട്ടും, 4ഉം 8ഉം പോയാൽ 2 കിട്ടും, ഈ 2ഉം 40ഉം പോയാൽ 20 ആവും. ബാക്കി പി എത്ര ഉണ്ടാവും, പി നോക്കിയേ 5 × 20 അല്ലെ, 5 × 20 എന്ന് പറഞ്ഞാൽ 100. ഇവിടെ ടോട്ടൽ 100 പെൻസിലാണ് ഉള്ളത്. ആ 100ൽ എന്താണ് 3/4, അതായത് 75 കളർ പെൻസിലാണ്. അതിന്റെ അർത്ഥം ബാക്കി 25 കളർ ഇല്ലാത്ത പെൻസിലാണ്. ആ 75ന്റെ 8/15 അതാണ് 40. മനസ്സിലായോ? സിമ്പിൾ ആയി ഡയറക്റ്റ് നമ്മൾ ചെയ്തു പോകുന്നു കേട്ടോ. ഇവിടെ അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചെയ്. 7/18 of the balls in a drum were red, 8/15 of the balls in a drum were blue, and the rest were yellow. If there were 84 more red balls in that drum than there were yellow balls, what was the total number of balls in the drum? ഇവിടെ എന്താ പറയുന്നത്, ഒരു ഡ്രമ്മിൽ 7/18, ആ ഡ്രമ്മിൽ എത്ര ബോൾ ഉണ്ടോ അതിന്റെ 7/18 എന്ന് പറഞ്ഞാൽ റെഡ് ആണ്, 8/15 എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്, ബാക്കിയുള്ളത് യെല്ലോ ആണ്. ഈ 3 കളറേ ഉള്ളൂ, റെഡും ബ്ലൂവും യെല്ലോയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ബ്ലൂ യെല്ലോന്റെ റേഷ്യോ നമുക്ക് വേണം അല്ലെ. റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്തൂടെ, കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് 84 more red balls in that drum than there were yellow balls. യെല്ലോ ബോൾസിനെക്കാളും 84 എന്താണ് റെഡ് ബോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രമ്മിൽ എത്ര ടോട്ടൽ ബോൾസ് ഉണ്ട് എന്നാ ചോദ്യം. എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്രമ്മിൽ 7/18 റെഡ് ബോൾ ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ റെഡ് ബോളും ബ്ലൂ ബോളും യെല്ലോ ബോളും തമ്മിലുള്ള കണക്ഷൻ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമുക്ക് ഡയറക്റ്റ് റെഡ് ബോളിന്റെ മാത്രം തന്നതാണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് നമുക്ക് തന്നിട്ടുള്ള 7/18 ആണ്. ഈ 7/18 ആണ് എന്ത് റെഡ്, പിന്നെ തന്നിട്ടുള്ള 8/15 ആണ്, ഇതാണെന്ത് ബ്ലൂ, ബാക്കിയുള്ളത് യെല്ലോ ആണ്. അപ്പൊ നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുക, ടോട്ടൽ ആ ഡ്രമ്മിൽ ഇത്ര നമ്പർ ഇത്ര ബോൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് റേഷ്യോ കിട്ടും. ആ റേഷ്യോ നമ്മൾ ചെയ്താൽ പോരെ. ഇവിടെ നോക്കിയേ, താഴെ തന്നിരിക്കുന്നത് 18ഉം 15ഉം ആണ്. അപ്പൊ നമുക്കൊരു നമ്പർ എടുക്കുക, ആ നമ്പറിനെ 18 കൊണ്ടും 15 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരരുത്. ഏത് നമ്പർ എടുത്തുകൊണ്ടെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ 18ഉം 5ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ കിട്ടാത്ത ഒരു നമ്പർ നോക്കിയേ. 18ന്റെയും 15ന്റെ LCM അല്ലേ, LCM എത്രയാ, 18ന്റെയും 15ന്റെ LCM എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ ടോട്ടൽ 90 ബോൾസ് ഉണ്ടെന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. 90 ബോൾസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം റെഡ് എത്രയാണ്, റെഡ് 90യുടെ 7/18 ആണ് അല്ലെ. 7/18 എത്ര കിട്ടും നോക്കിയേ, ഈ 18ഉം ഞാൻ കട്ട് ചെയ്താൽ 5 × 7 എന്ന് പറഞ്ഞാൽ 35. 90ൽ 35 റെഡ് ബോൾ ആണ്. ഇനിയോ ബ്ലൂ ബോൾ, ബ്ലൂ ബോൾ പറഞ്ഞിട്ടുണ്ട് 90യുടെ 8/15 ആണ്. 8/15 എത്ര കിട്ടും, 90/15 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 × 8 എത്രയാണ്, 6 × 8 48. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോ ഓക്കെ ആണോ? ഓക്കെ, LCM of 18 and 15 എടുത്താൽ പോരെ, അതന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി യെല്ലോ ബോൾ, ബാക്കിയുള്ളതൊക്കെ യെല്ലോ ആണ് അല്ലെ. റെഡ് 35 ആണ്, ബി എത്രയാണ് 48, ടോട്ടൽ എത്രയാണ് 48 35ഉം കൂട്ടിയാൽ 83. ഇനി ബാക്കിയുള്ള എത്രയാണ് 7 മാത്രമല്ലേ ഉള്ളൂ. ഈ 7 ആണ് യെല്ലോ ബോൾ. ഇതാണ് റെഡ് ബോളിന്റെയും ബ്ലൂ ബോളിന്റെയും യെല്ലോ ബോളിന്റെയും റേഷ്യോ. ഇനി സുഖമായിട്ട് ചെയ്തുകൂടെ, ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 84 more red balls than yellow ball. യെല്ലോ ബോളിനെക്കാളും കൂടുതൽ 84 എന്തുണ്ട് റെഡ് ബോൾ ഉണ്ട്. ഇവിടെ നമ്മുടെ റേഷ്യോ പ്രകാരം എത്രയാണ് കൂടുതൽ, ഇവിടെ 7 ഉണ്ട് 35 ഉണ്ട്. എത്രയാണ് കൂടുതൽ, 35ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 28 ആണ്. ഇതാണ് നമ്മുടെ റേഷ്യോയിൽ കൂടുതൽ. ശരിക്കും എത്രയാണ് 84 ആണ്. ഓക്കെ, 28 × 3 ആണ് 84. അപ്പൊ കറക്റ്റ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഏതാ വേണ്ടത്, വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദാറ്റ് ഡ്രം അല്ലെ. നമ്മളെടുത്ത ബോൾസ് എന്ന് പറഞ്ഞാൽ 90 ആണ്. ഞാൻ പറഞ്ഞു ശരിക്കും 90 അല്ല, അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 90 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 270. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ബോൾസ്. ഓക്കെ, ഇനി ഇവിടെ എത്ര റെഡ് ബോൾ ഉണ്ടെന്നാണ് ചോദ്യമെങ്കിലോ 35 × 3 എത്ര കിട്ടും 105. ഇനി ഇവിടെ എത്ര ബ്ലൂ ബോൾ എന്നാണെങ്കിലോ 48 × 3 എത്ര കിട്ടും 144. ഇനി ഇവിടെ എത്ര യെല്ലോ ബോൾ എന്ന് കാണാനാണെങ്കിലോ 7 × 3 21. ടോട്ടൽ 90 × 3. ഓക്കെ ആണോ? അതാ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, റെഡി ആണെന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട പോലെ അത്ര സിമ്പിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവുന്നില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാൻ പല ആൾക്കാരോട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല എന്നിട്ട് ഞാനൊക്കെ ഇത് ഫസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോൾ ഞാനും തലയിൽ കൈവച്ച് പോയി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു 10 പ്രാവശ്യം നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് മാറും.
അപ്പൊ അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് ടഫാണ്, ഞാൻ നിർത്തുകയാണ് പോവാണെന്ന് പറഞ്ഞാൽ പോയാൽ വേറെ ആർക്കും പോകാനല്ല, നിങ്ങൾക്ക് മാത്രം നഷ്ടം. നിങ്ങൾക്ക് ആ കോമ്പറ്റീഷനിൽ നിങ്ങൾ ഔട്ടായി, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ കോമ്പീറ്റ് ചെയ്തിട്ട് കയറിപ്പോ. പക്ഷെ അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലേക്കൊന്ന് സെറ്റായി വരാനുള്ള ഒരു സമയം കൊടുക്കണം. അല്ലാതെ ഒറ്റ അടിക്കുന്നൊരു ഇമ്പ്രൂവ്മെന്റ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങി, ഇപ്രാവശ്യം കിട്ടിയില്ല, RRB എല്ലാ വർഷവും നടക്കാൻ പോകുന്ന കേൾക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കിട്ടും. SSC CGL പോലെ തന്നെ ഇനി എല്ലാ വർഷവും RRB NTPC നടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ 4-5 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വർഷം തന്നെ അടുത്ത വർഷം പരീക്ഷ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. പല ആൾക്കാർക്ക് ക്ഷമയില്ലാത്തതിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും ഇപ്പൊ തന്നെ വന്ന് നാളെ തന്നെ പരീക്ഷ നടന്ന് മറ്റന്നാൾ തന്നെ ജോലി കിട്ടണം എന്നുള്ള മെന്റാലിറ്റിയാണ് പല ആളുകൾക്കും. അത് നടക്കില്ല. ഇതിൽ വന്നിട്ട് കുറച്ച് കാലത്തിലൊന്ന് ഇരുന്ന് പഠിക്കാനുണ്ട്. കാരണം ഓൾറെഡി കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇതിന് കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഫെയർ അല്ലല്ലോ അല്ലേ? അതിൽ കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എക്സ്ട്രാ ബ്രില്യന്റ് ഇന്റലക്ച്വൽ ടാലന്റഡ് ആയിരിക്കണം, എന്നാൽ പിന്നെ കിട്ടുമായിരിക്കും. ഈക്വൽസ് ആണെങ്കിൽ എങ്ങനെയായാലും കുറച്ചു കാലം ഒന്ന് പ്രിപ്പയർ ചെയ്താലേ ഇതിലേക്ക് എത്തുള്ളൂ. ഓക്കെ ആണോ? ഇത് നോക്കിയേ, ചെയ്ത് നോക്കിയേ. ₹200 was distributed among 3 persons, Anil, Binay and Chinmay. Binay received 50% more than Chinmay. Anil received 10 more than 150% of what Binay received. How much money did Anil receive? ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആക്കിയെന്നുള്ളൂ. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. 3 ആൾക്കാരുള്ളത്. ചെയ്ത് നോക്കിയേ. അറിയുന്നവർ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ പറഞ്ഞുതരാം. A ഉണ്ട്, B ഉണ്ട്, C കേട്ടോ. അനിൽ, ബിനയ്, ചിന്മയ്. ഓക്കെ ആണോ? ഇത് ഞാൻ ABC എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ വേണ്ടെന്താ? ബിനയ് റിസീവ്ഡ് 50% മോർ ദാൻ ചിന്മയ്. ചിന്മയ്ക്ക് കിട്ടിയതിനേക്കാളും 50% കൂടുതലാണ് ആർക്ക് കിട്ടിയത്? ബിനോയ് കിട്ടിയത് അല്ലെ? ബിനോയ് അല്ല, അതാണ് ബിനയ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 50% കൂടുതൽ. 50% പറഞ്ഞാൽ നമുക്കറിയാം 1/2 ആണ് അല്ലെ? ആ 50% കൂടുതൽ ആ 2ന്റെ കൂടെ 1 കൂടെ കൂട്ടണം. അതായത് ചിന്മയ്ക്ക് 2 ആണെങ്കിൽ ബിനയ്ക്ക് എത്രയാണ്? 3 ആണ്. ഒന്നുമില്ല, ഇയാൾക്ക് 100% ആണെങ്കിൽ 50% കൂടുതലാണ്, അവിടെ 150% കിട്ടൂലേ? ഈ സംഭവത്തിന്റെ ഷോർട്ട് ആണെന്ത്? 3:2 കേട്ടോ. അതുകൊണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ള കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. പെർസെന്റേജിൽ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3:2 ആണെന്ത്? ബിനയും ചിന്മയും തമ്മിലുള്ള റേഷ്യോ. ഇനിയോ രണ്ടാമത്തെ സെന്റൻസിലാണ് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത. എന്താണ്? അനിൽ റിസീവ്ഡ് 10% മോർ ദാൻ 150% ഓഫ് വാട്ട് ബിനയ് റിസീവ്ഡ്. ബിനയ്ക്ക് നോക്കിയേ, ബിനയ്ക്ക് കിട്ടിയതിന്റെ 150%-നേക്കാളും 10 കൂടുതൽ. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ബിനയ്ക്ക് എത്രയാണോ കിട്ടിയത്, ബിനയ്ക്ക് കിട്ടിയതിന്റെ 150% ആണ് അനിലിന് കിട്ടിയത് നല്ല പറഞ്ഞിട്ടുള്ളത്. 150%-നേക്കാളും 10 കൂടുതലാണ്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യുക, ഈ അനിലിന്റെ കയ്യിൽ നിന്ന് 10 ഒഴിവാക്കുക. 10 ആദ്യം മാറ്റി വെക്കുക. അത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. 10 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്താ? 10 മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിന്റെ സിന്റെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ, അല്ല ബിന്റെ സിന്റെ അല്ല, അനിലിന്റെ ബിനയും തമ്മിലുള്ള റേഷ്യോ എന്താ? ബിനയിന്റെ 150% ആണ് അനിലിന് അല്ലെ? ഞാൻ ആ 10 കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ, ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ 10 ഇപ്പൊ ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, മാറ്റി വെക്കുക. ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ. അതായത് ബിനയ്ക്ക് എത്രയാണ് കിട്ടിയത്, അതിന്റെ 150% ആണ് ആർക്ക് കിട്ടിയത്? അനിലിന് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ബിനയ്ക്ക് 100 ആണെങ്കിൽ ഇവിടെ 150% ആണ് 150. ഈ സെയിം റേഷ്യോ എവിടെയും കിട്ടും. അതായത് 2:3 ആണെന്ത്? ബിനയും അനിലും തമ്മിലുള്ള റേഷ്യോ. അതുപോലെ തന്നെ ബിനയും ചിന്മയ് അല്ലെ, ചിന്മയും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ഇങ്ങനെ 2 റേഷ്യോ തന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ള നമ്മൾ റേഷ്യോ തുടക്കത്തിൽ പഠിച്ചിട്ടില്ലേ? എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് അല്ലേ? 3 × 3 9, 3 × 2 6, 2 × 2 എത്രയാണ്? 4. ഇതാണ് അവർ തമ്മിലുള്ള റേഷ്യോ. എപ്പോ അനിലിന്റെ കയ്യിൽ ഞാൻ അവിടെ 10 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 10 എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള റേഷ്യോ ആണ് 9:6:4. ടോട്ടൽ എത്രയാ? 9 + 6 + 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 9, 6, 15, 19. 19 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 19 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 200 എന്ന് പറയരുത് കേട്ടോ. കാരണം ഞാൻ അനിലിന്റെ കയ്യിൽ ഞാൻ 10 മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? 19 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 മാറ്റി വെച്ചാൽ 190 ഉണ്ടാവുള്ളൂ. അപ്പൊ 1 യൂണിറ്റ് എന്താ? 1 യൂണിറ്റ് 10 ആണ്. അങ്ങനെയാണ് അനിലിന്റെ റേഷ്യോ എന്താ? 1 യൂണിറ്റ് 10 ആണെങ്കിൽ 9 യൂണിറ്റ് 90, 6 യൂണിറ്റ് 60, 4 യൂണിറ്റ് 40. പക്ഷെ നമുക്ക് ചോദ്യം എന്താ? അനിലിന് എത്ര കിട്ടിയെന്ന് ചോദ്യം. അപ്പൊ അനിലിന് കിട്ടിയ 90 ആണെന്ന് പറയരുത്. ഞാൻ ആദ്യം ഒരു 10 എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അനിലിന് ശരിക്കും എത്ര ഉണ്ട്? 90 10 കൂടെ കൂട്ടിയാൽ 100 ആണ് ആർക്കുള്ളത്? അനിലിനുള്ളത് കേട്ടോ. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് കാര്യം ഒന്ന് ക്ലിയർ ആയാൽ മതി. ആ ചോദ്യം ചെയ്യാൻ വേണ്ടി അനിലിന്റെ കയ്യിൽ ഞാൻ 10 എടുത്ത് മാറ്റി വെച്ചു. അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? എന്തിനാ അതിന്റെ കൂടെ പോകുന്നു? ലാസ്റ്റ് നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയതിന് ശേഷം ആ 10 എടുത്ത് അനിലിനും കൊടുത്താൽ മതി. ഇപ്പൊ തൽക്കാലത്തേക്ക് അനിലിന്റെ കയ്യിൽ നിന്ന് 10 എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അനിലും ബിനയും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ബിനയും ചിന്മയും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അല്ല 3:2 ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള റേഷ്യോ 9:6:4 ആണ്. ടോട്ടൽ 9 + 6 + 4 ആണ് 19 യൂണിറ്റ് ആണ്. അത് 190 എടുക്കണം. അവിടെ നിങ്ങൾ തെറ്റിപ്പോയത്. 19 യൂണിറ്റ് നിങ്ങൾ 200 എടുക്കരുത് കേട്ടോ. കാരണം 10 എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ 19 യൂണിറ്റ് 190 ആണ്. അങ്ങനെ ആകുമ്പോൾ 90, 60, 40 ആണ്. പക്ഷെ അനിലിന് 90 അല്ല, 10 കൂടെ ശരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ.
പറ, കമന്റ് ചെയ്യ്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആൻസർ ചെയ്യുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ നോക്ക് കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യും. ബാക്കിയുള്ളവർ റെഡിയാണോ? പാർവതി, നിവേദ്യ, സാന്ദ്ര, ആകാശ്, പ്രവിത, അതുൽ, ആൻസി, ബാക്കിയുള്ളവര് അഞ്ജന. ഓക്കെ ഓക്കെ, അങ്ങനെ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഇതാ ഏജിന്റെ പ്രോബ്ലം ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ചെയ്ത ആ കൺസെപ്റ്റ് തന്നെ. ഇനി നമ്മൾ ഏജിന്റെ പ്രോബ്ലം പിന്നെ പാർട്ണർഷിപ്പിന്റെ പ്രോബ്ലം കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഏജിന്റെ പാർട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഏജിന്റെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏജ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ ശിവകുമാറും ദിലീപ് കുമാറും ആണ്. അവരുടെ ഏജിന്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ ഇൻക്രീസ് ചെയ്യുന്ന വയസ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്താൽ മതി. ഒരു കണ്ടീഷൻ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ കണ്ടീഷനും കറക്റ്റ് ആയിക്കോളും. ഓക്കെ ആണോ? ഓക്കെ. ഡി പ്രവിത ഡി എന്ന് പറയുന്നുണ്ട്, ആൻസി ഡി എന്ന് പറയുന്നുണ്ട്, അക്ഷയ ഡി എന്ന്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് നോക്കിയിട്ട് ആൻസർ പറയാം. ബേസിക് ക്വസ്റ്റൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റൻ ഏജിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, ശിവകുമാറും ദിലീപ് കുമാറും. ഇതേ മോഡൽ ചോദ്യം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഒരു നമ്പറിലേക്ക് 2ലേക്ക് 7 ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ. ആ ക്വസ്റ്റൻ തന്നെയാണിത്. നമ്പറിന് പകരം ഇവിടെ വയസ്സ് എന്ന് പറഞ്ഞു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ദിലീപ് കുമാറിന്റെയും ശിവകുമാറിന്റെയും വയസ്സിന്റെ റേഷ്യോ 9:10. ഓക്കെ ആണോ? ഇനിയോ 11 വർഷം കഴിഞ്ഞപ്പോൾ റേഷ്യോ 10:11. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം ഈ ചോദ്യം തമ്മിൽ എന്താ കണക്ഷൻ? രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 9:10 ആണ്. രണ്ടിലേക്കും 11 കൂട്ടുമ്പോൾ 10:11 ആവും. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും സെയിം നമ്പറിലേക്ക് ആഡ് ചെയ്യുന്നത്, 2ലേക്കും 11 അല്ലേ കൂടുന്നത്. അപ്പൊ ഡിഫറൻസ് ഈക്വൽ ആക്കിയാൽ മതി. ഡിഫറൻസ് നോക്കുമ്പോൾ 9ഉം 10ഉം ആണ്, 10ഉം 11. ഡിഫറൻസ് ഈക്വൽ ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡിഫറൻസ് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ നോക്കിയേ, 9ഉം 10ഉം ഡിഫറൻസ് അല്ലേ? 10ഉം 11 ഡിഫറൻസ് ഈക്വൽ അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെയും നോക്കിയേ, 9 ഉള്ളത് 10 ആയി. ദിലീപിന്റെ 10 വയസ്സ് 11 യൂണിറ്റ് ആയി കേട്ടോ. 10 യൂണിറ്റില് 11 യൂണിറ്റ് ആയി. ആ ഒരു യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എത്രയാ? ആ കൂടി ഒരു യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 11. അപ്പൊ നമുക്ക് വേണ്ട എന്താ? പ്രസന്റ് ഏജ് ഓഫ് ശിവകുമാർ ആൻഡ് ദിലീപ് കുമാർ. ഇപ്പത്തെ അവരുടെ ഏജ് കാണും അല്ലെ? ഇപ്പത്തെ കാണാൻ എന്ത് ചെയ്യണം? 9 യൂണിറ്റും 10 യൂണിറ്റ് കണ്ടാൽ മതി. ഒരു യൂണിറ്റ് 11 ആണെങ്കിൽ 9 യൂണിറ്റ് എന്താ? 99. 10 യൂണിറ്റ് എന്താ? 10×11 110. ഏത് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. ഇതേ മോഡൽ ചോദ്യമാണ് നമ്മൾ നേരത്തെ ചെയ്തത്. വേറെ സംഭവം അതൊന്നും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സെയിം സിമ്പിൾ സാധനമാണ് ഇവിടെ. ആ സെയിം സാധനം നമ്പറിന് പകരം വയസ്സായി. ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. നോക്കിയാ അതെങ്ങനെയാ? ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് എന്താ ഞാൻ പറഞ്ഞു? 2ലേക്കും ആഡ് ചെയ്യുന്ന എത്രയാണ്? 11 അല്ലേ? അപ്പൊ നിങ്ങൾ കാണാൻ എന്ത് ചെയ്യാ? 9×11 10×10. അതിന്റെ ഡിഫറൻസ് എടുക്കുക. 9×11 എന്ന് പറഞ്ഞാൽ എത്ര? 99. 10×10 100. 99ന്റെ 100 ഡിഫറൻസ് ഒരു യൂണിറ്റ് അല്ലേ? ഒരു യൂണിറ്റ് എത്ര കിട്ടും? 10×11 110. 11×11 121. 121ന്റെ 110ന്റെ ഡിഫറൻസ് 11. അവിടെയും ഒരു യൂണിറ്റ് എന്ത് കിട്ടും? 11 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഒരു യൂണിറ്റ് 11 ആണെങ്കിൽ 9 യൂണിറ്റ് 99, 10 യൂണിറ്റ് 110. അടുത്ത ചെയ്തേ. നേരത്തെ റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. In 8 years, Subhash age will be 3 times. ഇതാ ചോദ്യം അല്ല, ഇത് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് വേറെ ചോദ്യമാണ്. 8 വർഷം കൊണ്ട് സുഭാഷിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏജിന്റെ 3 ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് സുഭാഷിന്റെ വയസ്സ് 5 ഇരട്ടിയാവുന്ന ചോദ്യം. ഇപ്പൊ സുഭാഷിന് ഒരു വയസ്സുണ്ട്, 8 വർഷം കഴിഞ്ഞാൽ അത് 3 ഇരട്ടിയാവും. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് 5 ഇരട്ടിയാവുന്ന ചോദ്യം. ചെയ്ത് പെട്ടെന്ന് ഇത് സിമ്പിൾ ചോദ്യം. നേരത്തെ കൺസെപ്റ്റ് ഒന്ന് അലയിക്കണ്ടത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇപ്പത്തെ സുഭാഷിന്റെ വയസ്സ് എത്രയാണോ അതിന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 3 ഇരട്ടിയാവുന്നത് അല്ലേ? അത് ഇപ്പത്തെ വയസ്സും 8 വർഷം കൂട്ടുമ്പോഴുള്ള വയസ്സും റേഷ്യോ എന്താണ്? 1:3 ആണ്. ചെയ്ത് നോക്കിയേ. അതെ, 16 എന്ന് പറയുന്നുണ്ട് അല്ലേ? നോക്കിയേ, ഇപ്പൊ ഒരു വയസ്സുണ്ട്, അതിലേക്ക് 8 കൂട്ടുമ്പോൾ ഒരു വയസ്സും ഉണ്ട്. അത് നമ്മൾ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 3 times. 1:3 അല്ലേ? 1:3 ആണ്. അത് ഇപ്പോഴുള്ള പ്രസന്റ് ഏജും 8 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സും എത്രയാണ്? ആഫ്റ്റർ 8 years അല്ലേ? എത്രയാണ്? 1:3 ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇൻക്രീസ് ചെയ്ത് എത്രയാണ്? 8 വയസ്സാണ്. ഇവിടെ റേഷ്യോ നോക്കുമ്പോൾ 1:3 എന്ന് പറഞ്ഞാൽ റേഷ്യോ എത്രയാണ്? റേഷ്യോ ഇൻക്രീസ് ചെയ്ത് 2 ആണ്. ആ 2 യൂണിറ്റ് ആണ് എന്ത്? 8. അപ്പൊ ഒരു യൂണിറ്റ് എന്താ? 4 ആണ്. അപ്പൊ ശരിക്കും വയസ്സ് എത്രയാ? ഒരു യൂണിറ്റ് 4 ആണെങ്കിൽ ഇപ്പോഴുള്ള വയസ്സ് 4 ആണ്. 3×4 12. നോക്കിയേ, ശരിക്കും ആരാണ്? സുഭാഷ്. സുഭാഷിന്റെ പ്രസന്റ് ഏജ് 4 ആണ്. അത് 8 വയസ്സ് കഴിയുമ്പോൾ എന്താവും? 12. നോക്കിയേ, 3 ഇരട്ടിയായില്ലേ? ഇനി ചോദ്യം എന്താണ്? എത്ര വർഷം കഴിഞ്ഞാലാണ് 5 ഇരട്ടിയാവാന്ന ചോദ്യം. ഇപ്പോഴുള്ള വയസ്സ് 4 ആണ്. 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലെ? 4ന്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 20 അല്ലേ? എത്ര വർഷം കഴിയണം 20 ആവണമെങ്കിൽ? 16 വർഷം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് കാണാൻ പറ്റണം. ഇപ്പത്ര വയസ്സ് കിട്ടിയാൽ
അതിന്റെ 5 ഇരട്ടി എത്രയാ നോക്കുക. 4 ഇപ്പത്തെ വയസ്സ് അല്ലേ, അതിന്റെ 5 ഇരട്ടി 20. എത്ര വയസ്സ് കൂടണം? 16 വയസ്സ് കൂടണം. ഇതിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത് ചെയ്യും ഇതൊക്കെ ഇങ്ങനത്തെ ചോദിക്കുകയാണ്. ഏജിന്റെ പ്രോബ്ലം ചോദിക്കുക കേട്ടോ. ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് എ മാൻ ആൻഡ് ഹിസ് വൈഫ് ഈസ് 4:3. ഒരു മാൻ ഉണ്ട്, അയാളുടെ വൈഫ് ഉണ്ട്, റേഷ്യോ എത്രയാണ്? 4:3. ആഫ്റ്റർ 4 years ദിസ് റേഷ്യോ വിൽ ബിക്കം 9:7. 4 വർഷം കഴിഞ്ഞാൽ റേഷ്യോ എന്താവും? 9:7 ആവും. The ratio of their age was 5:3. Sorry, at the time of their marriage, their ratio 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ how many years ago were they married? സിമ്പിൾ ചോദ്യം. ഒരു കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഏജിന്റെ റേഷ്യോ 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം മുമ്പാണ് അവർ മാരി ചെയ്തെന്ന ചോദ്യം. ഓക്കെ, അറിയുന്നവർ ചെയ്യുക, ബാക്കിയുള്ളവർ നോക്കുക കേട്ടോ. നമുക്കറിയാം അയാളുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ റേഷ്യോ എന്താണ്? 4:3 ആണ്. ഇത് കണ്ടതിന് ശേഷം നമുക്ക് എത്ര വർഷം മുമ്പാണ് ആ 5:3 ആവുന്നത് നോക്കണം അല്ലേ? എത്ര വർഷം മുമ്പായിരിക്കും അവരുടെ കല്യാണം? ഇത് ഇപ്പോഴത്തെ വയസ്സാണ്, ഇത് 4:3, ഇത് പെർസെന്റേജ് അല്ലേ? ഓക്കെ, ഇനി 4 വർഷം കഴിഞ്ഞിട്ട് ആഫ്റ്റർ 4 years ആണ് ഇത് 9:7. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെയും കൂടുന്ന എന്താണ്? കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ. ഇവിടെ കൂടുന്ന എന്താണ്? സെയിം ആണ്. കൂടുന്ന സെയിം ആണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഇവിടെ ഡിഫറൻസ് 9ഉം 7ഉം ഡിഫറൻസ് 2 ആണ്, 4ഉം 3ഉം ഡിഫറൻസ് 1 ആണ്. അപ്പൊ ഈ 1നെ 2 ആക്കിയാൽ പോരെ? 2 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 8:6 കിട്ടും. താഴെ 9:7 തന്നെ, വ്യത്യാസമൊന്നുമില്ല അല്ലേ? ആരൊക്കെയാണ്? മാനും വൈഫും. ഇതാണ് അവരുടെ പ്രസന്റ് റേഷ്യോ 8:6. അതിലേക്ക് 4 കൂടിയപ്പോൾ 9:7 ആയി. 4 കൂടി നോക്കി ഇവിടെ 8 9 ആയി, 6 7 ആയി. 1 യൂണിറ്റ് കൂടിയില്ലേ? ആ 1 യൂണിറ്റ് ആണ് എന്ത് ക്വസ്റ്റനിൽ വന്നിട്ടുള്ള 4. 1 യൂണിറ്റ് 4 ആണെങ്കിൽ ഇപ്പോഴുള്ള വയസ്സ് എത്ര നോക്കിയേ? ഇപ്പോഴുള്ള വയസ്സ് 1 യൂണിറ്റ് 4 ആണെങ്കിൽ 8 യൂണിറ്റ്, 8 × 4 32, 6 × 4 24. ഇതാണ് ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, ഇപ്പോഴത്തെ വയസ്സ് 32ഉം 24ഉം ആണ്. ഓക്കെ ആണോ? പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ വയസ്സല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അവരുടെ കല്യാണത്തെ സമയത്തുള്ള വയസ്സാണ് വേണ്ടത്. കല്യാണ സമയത്ത് വയസ്സ് എത്രയാണ് നമുക്കറിയില്ല, അവരുടെ റേഷ്യോ എന്താണ്? 5:3 ആണ്. എങ്ങനെ കാണും? കല്യാണ സമയത്തുള്ള വയസ്സ് എങ്ങനെ കാണും? നോക്കിയേ, ഇവിടെ ഏജിന്റെ ഡിഫറൻസ് എത്രയാണ്? 8 യൂണിറ്റ് ആണ്. അല്ല 8 യൂണിറ്റ് അല്ല, 8 വയസ്സാണ്. ഇത് കറക്റ്റ് കിട്ടിയില്ലേ? 8 വയസ്സാണ് ഇവരുടെ ഏജ് ഡിഫറൻസ്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പാണ്, കല്യാണ സമയത്തും ഏജിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? 8 വയസ്സായിരിക്കൂലേ? അപ്പൊ കല്യാണ സമയത്ത് ഇവരുടെ വയസ്സ് നമുക്ക് കണ്ടുപിടിക്കാം. കല്യാണ സമയത്ത് ഇവരുടെ റേഷ്യോ 5:3 ആണ്. ഇവരുടെ ഏജിന്റെ ഡിഫറൻസ് 8 ആണ്. അപ്പൊ നോക്കിയേ, 5:3 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 2. ഈ 2 യൂണിറ്റ് ആണെന്ത്? ഈ 2 യൂണിറ്റ് ആണ് ക്വസ്റ്റനിൽ അവരുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റനിൽ വന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഡിഫറൻസ് 8. അപ്പൊ 2 യൂണിറ്റ് 8 ആണെങ്കിൽ 1 യൂണിറ്റ് എന്താ? 4 ആണ്. 1 യൂണിറ്റ് 4 ആണെങ്കിൽ എന്ത് കിട്ടും? 5 യൂണിറ്റ് എന്ത് കിട്ടും? 1 യൂണിറ്റ് 4 ആണ്, 5 യൂണിറ്റ് 20 കിട്ടും. 3 യൂണിറ്റ് എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ? Then how many years ago were they married? ഇപ്പത്തെ അവരുടെ വയസ്സ് 32 ആണ്. ഓക്കെ, മാന്റെ വയസ്സ് 32 ആണ്. കല്യാണത്തിന്റെ സമയത്ത് അയാളുടെ വയസ്സ് 20 ആണ്. വുമന്റെ വയസ്സ് 24 ആണ്. കല്യാണ സമയത്ത് 12 ആണ് കേട്ടോ. ചൈൽഡ് മാരേജ് ആണ് അല്ലേ? നോക്കിയേ, 12 വയസ്സുള്ളവർക്ക് സ്ത്രീക്ക്. അപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ ചോദ്യം ചെയ്താൽ മതി. ആൻസർ എന്താ? ഹൗ മെനി ഇയേഴ്സ് എഗോ വെർ ദേ മാരീഡ്? എത്ര വർഷം മുമ്പാ? 32 വയസ്സാണ് ഇപ്പൊ ഉള്ളത്, അത് 20 ആയി കുറഞ്ഞു. എത്ര വർഷം മുമ്പാ? 12 വർഷം മുമ്പാണ് അവരുടെ കല്യാണം അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് അധികമൊന്നും ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ വാല്യൂസ് അതാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ട്രിക്ക് പഠിച്ചു വെച്ചുള്ള സുഖമാണ്. ജസ്റ്റ് കുറച്ച് ഇതന്നെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ കുറച്ച് വൃത്തിക്ക് വേണ്ടി എഴുതാം. മാന്, വൈഫ്, പ്രസന്റ്, ആഫ്റ്റർ. ഇതൊന്നും എഴുതില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ 4 റേഷ്യോ മാത്രം എഴുതും, ഇക്വേറ്റ് ചെയ്യും, ആൻസർ കണ്ടുപിടിക്കും കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത്. 4 years ago the age of the mother was 13 times the age of her daughter. 2 years hence the mother's age will be 4 times the daughter's age. After how many years will the mother's age be 3 times that of her daughter? 4 വർഷം മുമ്പുള്ള മദറും ഡോട്ടറും ആണ് അല്ലേ? ഇപ്പത്തെ വയസ്സല്ല പറഞ്ഞു. സാധാരണ ഗതിയിൽ നമുക്ക് ഇപ്പത്തെ വയസ്സിന്റെ റേഷ്യോ തരാം, പക്ഷെ അതൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ളത് 4 വർഷം മുമ്പുള്ള റേഷ്യോ എത്രയാണ്? മദർ 13 ടൈംസ് ആണ് ഡോട്ടറിന്റെ അല്ലെ? അത് ഡോട്ടർ 1 യൂണിറ്റ് ആണെങ്കിൽ മദർ എന്താണ്? 13 യൂണിറ്റ് ആണ്. ഇനിയോ 2 years hence, ഇപ്പോഴുള്ള വയസ്സിന്റെ 4 വർഷം മുമ്പത്തെ റേഷ്യോ ആണിത്. ഇനി ഇപ്പോഴുള്ള വയസ്സ് 2 വർഷം കഴിഞ്ഞാൽ റേഷ്യോ എന്തായിരിക്കും? മദേഴ്സ് ഏജ് വിൽ ബി 4 ടൈംസ് ദ ഡോട്ടേഴ്സ് ഏജ്. എത്രയാണ്? 4:1 ആണ്. അതായത് 4 വർഷം മുമ്പ് 13 ഇരട്ടി ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി? ഇപ്പോഴല്ല, 2 വർഷം കഴിഞ്ഞാൽ അത് 4 ഇരട്ടിയാണ്. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെയുള്ള ഡിഫറൻസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ സെയിം ആക്കിയാൽ മതി. നോക്കിയേ, ഇവിടെ 13 1 ഡിഫറൻസ് എത്രയാണ്? 12 അല്ലേ? ഓക്കെ, 12 ആണ് ഡിഫറൻസ്.
ഇവിടെയോ 3 ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 12 ഉണ്ട്, ഈ 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഫറൻസ് ഈക്വൽ ആയില്ലേ? അപ്പൊ നോക്കിയേ, ഇതിനൊന്നും ചെയ്യണ്ട അല്ലേ? ഇവിടെ 13ഉം 1 റേഷ്യോ, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16ഉം 4 റേഷ്യോ അല്ലെ? ആരൊക്കെയാണ്? മദറും ഡോട്ടറും. ഇനിയോ നോക്കിയേ, ഇവിടെ 13 മദറിൻ്റെത് 16 യൂണിറ്റ് ആയി, ഡോട്ടറിൻ്റെത് 1 4 യൂണിറ്റ് ആയി. എത്ര യൂണിറ്റ് കൂടി? 3 യൂണിറ്റ് കൂടി. ഈ 3 യൂണിറ്റ് എത്രയാന്നുള്ളത് കാണാനാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. 3 യൂണിറ്റ് എത്രയാ നമുക്ക് എങ്ങനെ കിട്ടും? ഈ തന്നിട്ടുള്ളത് ഇപ്പൊ ഉള്ളതിന്റെ 4 വർഷം മുമ്പാണ് അല്ലെ? ഇതോ ഇപ്പൊ ഉള്ളതിന്റെ 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഇതും നമ്മുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 4+2 അല്ലെ? ഇപ്പൊ ഉള്ള വയസ്സിന് 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാലും ഇപ്പൊ ഉള്ളതിന്റെ 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാലും ആ ഡിഫറൻസ് എത്രയാണ്? 4+2 അല്ലേ? ടോട്ടൽ 6 വർഷമായില്ലേ? അപ്പൊ ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. 1 യൂണിറ്റ് എന്താണ്? 2 ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത് നോക്കിയേ. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ ദ മദേഴ്സ് ഏജ് ബി 3 times that of her daughter? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇവരുടെ വയസ്സ് കിട്ടും. എത്ര കിട്ടും? 1 യൂണിറ്റ് 2 ആണെങ്കിൽ ഈ 13 യൂണിറ്റ് എന്താ? 13 യൂണിറ്റ് നോക്കിയേ, ഈ 13 യൂണിറ്റ് ഞാനൊന്ന് മാറ്റി എഴുതാണ്. 1 യൂണിറ്റ് 2 ആണെങ്കിൽ 13 യൂണിറ്റ് 26 കിട്ടും. 1 യൂണിറ്റ് എന്ത് കിട്ടും? 2 കിട്ടും. ഇതാണ് ഇവരുടെ വയസ്സ്. എപ്പോ? എത്ര വർഷം മുമ്പ്? 4 വർഷം മുമ്പുള്ള വയസ്സ്. അങ്ങനെയാണ് ഇവരുടെ ശരിക്കുള്ള വയസ്സ് എത്ര നോക്കിയേ? 30ഉം 6ഉം ആണ് അല്ലേ? ഇത് 4 വർഷം മുമ്പുള്ള വയസ്സാണ്. അപ്പൊ അതിലേക്ക് 4 കൂട്ടിയാൽ ഇപ്പത്തെ വയസ്സ് കിട്ടും. 30ഉം 6ഉം ആണ് അല്ലെ? നമുക്ക് എന്താ വേണ്ടത്? ഇവരുടെ വയസ്സ് 1:3, അതായത് മോളുടെ വയസ്സിന്റെ 3 ഇരട്ടി അമ്മേന്റെ വയസ്സാവണമെങ്കിൽ, അതായത് റേഷ്യോ നമുക്ക് എന്താക്കണം? ഇത് റേഷ്യോ അല്ല, ഇത് കറക്റ്റ് വയസ്സാണ്. എന്താണ്? 30ഉം 6ഉം ആണ്, മദറും ഡോട്ടറും. ഇനി ചോദ്യമേ ഉള്ളൂ, ഇവരുടെ വയസ്സ് എന്താവണം? 3:1 ആവണമെങ്കിൽ എത്ര വർഷം കഴിയണം എന്ന ചോദ്യം. ഇപ്പത്തെ വയസ്സ് നമുക്ക് കിട്ടി, 30ഉം 6ഉം ആണ്. ഇനിയോ നോക്കിയേ, എത്ര വർഷം കഴിയണം? എത്ര കിട്ടും? ഡിഫറൻസ് അപ്പോഴും സെയിം ആയിരിക്കും അല്ലെ? ഇവിടെയുള്ള ഡിഫറൻസ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 3:1 ഇനി 2:1 ആണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഡിഫറൻസ് എത്രയാ? ആ 30ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 24 ആണ്. ഇവിടെ ഡിഫറൻസ് 24 ആണ് അല്ലെ? 3ഉം 1ഉം ഡിഫറൻസ് എത്ര? 2 യൂണിറ്റ് എന്ത് കിട്ടും? 24 കിട്ടും. 1 യൂണിറ്റ് എന്താണ്? 12 ആണ്. 1 യൂണിറ്റ് 12 ആണ്. 3 യൂണിറ്റ് എന്താ? 36 ആണ്. 1 യൂണിറ്റ് 6 ആണ്. അപ്പൊ നോക്കിയേ, ഇപ്പോഴുള്ള വയസ്സ് 30ഉം 6ഉം ആണ്. ഇനി 1:3 റേഷ്യോ ആവണമെന്നുണ്ടെങ്കിൽ, 6 അല്ലെ? 1 യൂണിറ്റ് 12 അല്ലേ? ഓക്കെ, 1 യൂണിറ്റ് 12 ആണ് അല്ലെ? ഇനി 1:3 റേഷ്യോ ആവണമെങ്കിൽ ഇവക്ക് 36ഉം ഇയാൾക്ക് 12ഉം ആവണം. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത്? 30 36 ആവാൻ എത്ര വർഷം എടുക്കണം? 6 വർഷം എടുക്കണം അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. അല്ലെങ്കിൽ ഡോട്ടർ നോക്കുക, ഡോട്ടർ വയസ്സ് 6 12 ആവാൻ എത്ര വർഷം എടുക്കണം? 6 വയസ്സ് എടുക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ജസ്റ്റ് നമ്മൾ പഠിച്ച കൺസെപ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പും 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നിങ്ങൾ ഡിഫറൻസ് എന്ത് ചെയ്യണം? 6 എടുക്കണം. അല്ലാതെ 4ഉം 2ഉം അല്ല എടുക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇതൊന്നും ചെയ്തേ. ഇനി പാർട്ട്ണർഷിപ്പിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടെ ചെയ്യാം കേട്ടാ. അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട്ണർഷിപ്പിലെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോയിലാണ്. ഒരാൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ റേഷ്യോയിൽ വേണം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ. പിന്നെയോ എപ്പോഴാണത്? ടൈം ഈക്വൽ ആണെങ്കിൽ, അതായത് എല്ലാവരും ഒരേ സമയത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ടൈം വേറെ വേറെ ആണെങ്കിലോ, ഒരാൾ 1 മാസത്തേക്ക്, ഒരാൾ 2 മാസത്തേക്ക്, ഒരാൾ 3 മാസത്തേക്ക്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇൻവെസ്റ്റ്മെന്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം. ഇതാണ് അതിന്റെ ഇക്വേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇനിയോ ഇൻവെസ്റ്റ്മെന്റ് കാണണമെങ്കിലോ പ്രോഫിറ്റ് ബൈ ടൈം ആണ്. ഇനിയോ ടൈം കാണണമെങ്കിലോ പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ഈ 3 ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റും ടൈമും തരും, ഇൻവെസ്റ്റ്മെന്റ് കണ്ടു വരും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കണ്ടു വരും. ഇനിയോ ചിലപ്പോൾ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് തരും, ടൈമിന്റെ റേഷ്യോ കണ്ടു വരും. എപ്പോഴും പ്രോഫിറ്റ് മാത്രം കാണാനല്ല ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് 3 ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നോക്കിയേ, ആൻസർ എത്രയാ? ബി എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡയറക്റ്റ് ചോദ്യമാണ്. എന്താ? മോഹൻ, മീണ ആൻഡ് മാധവ് എൻ്റർ ഇൻടു എ പാർട്ണർഷിപ്പ് ബൈ ഇൻവെസ്റ്റിംഗ് 3000, 2000 and 5000. ഫൈൻഡ് ദ ഷെയർ ഓഫ് ദ ഗിവൺ നെയിംസ് ഇൻ ദ ഓർഡർ. ഓക്കെ, ഇവിടെ ടൈമിനെ പറ്റി ഒന്നും പറയുന്നില്ല അല്ലെ? ഇവർക്ക് ഈ കിട്ടിയിട്ടുള്ള 5600 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഇവർക്ക് 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ഇവിടെ ടൈമിനെ പറ്റി ഒന്നും പറയാത്തതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ കൊടുത്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താ? 3000, 2000, 5000. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 3:2:5. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? ഈ റേഷ്യോയിൽ ഡിവൈഡ് എങ്ങനെ ഡിവൈഡ് ചെയ്യും നോക്കിയേ. 3 + 2 + 5 എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ്. ഈ 10 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് അല്ലെ? എത്രയാ? 5600. 10 യൂണിറ്റ് 5600 ആണെങ്കിൽ 1 യൂണിറ്റ് നമുക്കറിയാം 560. 1 യൂണിറ്റ് 560 ആണെങ്കിൽ അതിൽ
മോഹൻ എത്ര കിട്ടും? മോഹന് 3 യൂണിറ്റ് വേണം അല്ലെ? അപ്പൊ 560 × 3 560 × 3 എന്ന് പറഞ്ഞാൽ 1650 ആണ്. അപ്പൊ ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി. ഇവിടെയാണ് 1650 അല്ലെ? ഇനിയോ രണ്ടാമത്തെ ആളാരാ? മീണ. മീണക്ക് എത്ര ഉണ്ട്? 2 യൂണിറ്റ് ഉണ്ട്. 1 യൂണിറ്റ് 560 ആണെങ്കിൽ 2 യൂണിറ്റ് എന്താ? 1120. ഏതാണ് ഇവിടെ? അതും തെറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലെ? ഇനി ആരാ? മാധവന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 5 യൂണിറ്റ്. 5 × 56 എന്ന് പറഞ്ഞാൽ 2800. ഓക്കെ ആണോ? ഇവിടെ കൂടുതൽ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും ചെയ്തേ. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ടൈമും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ചോദ്യം. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ്. 10,000, 12,000, 15,000. ടൈം 5, 6, 9 ആണ്. അങ്ങനെ ലാസ്റ്റ് പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ 22,500 ആർക്ക് കിട്ടി? എക്ക് കിട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇവിടെ നമുക്ക് അറിയുന്നവർ ചെയ്യാം, അല്ലാത്തവർ നോക്കുക കേട്ടോ. ആരൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി. ഇൻവെസ്റ്റ്മെന്റ് മാത്രം, ടൈമിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ടൈമും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം അല്ലേ? എന്റെ ഇൻവെസ്റ്റ്മെന്റ് 10,000 ആണ്, ടൈമോ 5 ആണ് അല്ലേ? 5 മാസം. പിന്നെ ടൈം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം, വേറെ വേറെ യൂണിറ്റിലാവരുത് കേട്ടോ. ഇവിടെ എല്ലാം മാസങ്ങളിലാണ്, അപ്പൊ കുഴപ്പമില്ല. ബി എന്ന് പറഞ്ഞാൽ 12,000 ആണ്, ഇൻറ്റു ടൈം എത്രയാണ്? 6 അല്ലേ? സി എന്ന് പറഞ്ഞാൽ 15,000 ആണ്, ടൈമോ ഇൻറ്റു 9 ആണ്. ഓക്കെ ആണോ? ഈ റേഷ്യോ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. ഈ റേഷ്യോയിൽ അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ റേഷ്യോ എടുക്കുക. ഇതൊന്ന് ചെറുതാക്കുക, ഇത് ചെറുതാക്കിയിട്ട് നോക്കുക കേട്ടോ. ഇത് ചെറുതാക്കാൻ എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള ആദ്യം എല്ലാത്തിനും 3 0 കളയാം അല്ലെ? ബാക്കി എന്താ ഉള്ളത്? 10 × 5, 12 × 6, 15 × 3. ഇനി നോക്കട്ടെ, നോക്കിയേ. 10 × 5 എത്രയാ? 50. 12 × 6 72. 15 × 9 135. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കിയേ. അപ്പൊ ടോട്ടൽ എത്ര പ്രോഫിറ്റ്? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. നോക്കാം ആൻസർ എന്താ. അത് ടോട്ടൽ 130, 70, 200, 250, 257. 257 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇത് നമ്മൾ കാണണം. പക്ഷെ നമുക്ക് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ള എന്താ? എന്റെ പ്രോഫിറ്റ് മാത്രമാണ്. എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 50 യൂണിറ്റ് അല്ലെ? 50 യൂണിറ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ്. അത് ശരിക്കും എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 22,500 ആണ്. ഓക്കെ, 50 × 50 ആണെന്ത്? 2,500. അല്ലെങ്കിൽ 0 ഒഴിവാക്കിയാൽ 50ന്റെ പകുതിയാണെന്ത്? 25. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആ കാണേണ്ടത്. അപ്പൊ 257 × 50 ചെയ്യണം, അല്ലെങ്കിൽ 257ന്റെ പകുതി കാണുക, എന്നിട്ട് ബാക്കി പിന്നെ പൂജ്യങ്ങളാണ്, അത് നോക്കണ്ട കേട്ടോ. 257ന്റെ പകുതി എത്രയാ? അല്ലെങ്കിൽ 257 × 5 എത്രയാ? ഒരു സംഖ്യ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പകുതി എടുത്താൽ മതി. 257ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 128.5 കിട്ടും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1, 2, 8, 5, പിന്നെ കുറച്ച് സീറോയും ഉണ്ടാവും. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ ആണോ? ഇനിയോ ബിന്റെ കാണുന്നുണ്ടെങ്കിൽ 72 × 50. സിന്റെ കാണുന്നുണ്ടെങ്കിൽ 135 × 50. ഓക്കെ ആണോ? കാരണം ഇവിടെ 50 യൂണിറ്റ് ആണ്. 50 × 50. അത്രേ ഉള്ളൂ പെർസെന്റേജിന്റെ കേസ് കേട്ടോ. അല്ല, പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റും തരും, ഇൻവെസ്റ്റ്മെന്റ് അല്ല, പ്രോഫിറ്റ് തരില്ല, ഇൻവെസ്റ്റ്മെന്റ് തരും, ടൈമും തരും. രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? അതും ചെയ്തേ. ഇവിടെ നോക്കിയേ, ടൈം തന്നിട്ടുണ്ട് 14, 8, 7. പ്രോഫിറ്റിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ് ചോദ്യം. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് അല്ല ചോദിക്കുക, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കും. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. എന്താ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. നമുക്കിവിടെ കാണേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ ടൈം ആണ് അല്ലെ? പ്രോഫിറ്റ് ബൈ ടൈം ചെയ്യാം. പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:7:8 ആണ്. ഇത് പ്രോഫിറ്റിന്റെ റേഷ്യോ. ടൈമിന്റെ റേഷ്യോ എന്താ? 14:8:7 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കിട്ടും. ചെയ്ത് നോക്കിയേ. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കാണാൻ പ്രോഫിറ്റ് ബൈ ടൈം അല്ലേ? 5/14, 7/8, ഇനിയോ 8/7. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രാക്ഷണൽ റേഷ്യോ ആണല്ലേ, അതിന് മാറ്റി ഒരു
ഇന്റീജർ ആക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രാക്ഷണൽ റേഷ്യോനെ ഇന്റീജർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്ററിന്റെ 3ന്റെയും LCM എടുത്തിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 14, 8, 7 ഇതിന്റെ LCM എന്താ 7 ഡബിൾ ആണ് 14. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. 8 × 7 എത്രയാ 56 അല്ലേ? 56 എന്ന് പറഞ്ഞാൽ 14 × 4 അല്ലേ? അപ്പൊ അത് മതി. 56നെ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? എത്ര കിട്ടും? 56/14 × 5 എത്ര കിട്ടും? 4 × 5 20 കേട്ടോ. ഒന്നുമില്ല, എല്ലാത്തിനും ഞാൻ ഒരു 56 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് വന്ന് കൺഫ്യൂഷൻ ആവണ്ട. ഈ ഡിനോമിനേറ്ററിന്റെ എല്ലാം LCM കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി 7/8 × 56. 8 × 56 പറഞ്ഞാൽ 7 ആണ് അല്ലെ? 7 × 7 49. ഇനിയോ ഇവിടെയോ 8/7 × 56. 7 ഒന്നും കട്ടുമ്പോൾ 8. 8 × 8 64. ആൻസർ എത്രയാ? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ? അതാ 20:49:64 ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. പ്രോഫിറ്റ് മാത്രമല്ല എപ്പോഴും ചോദിക്കുക. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ ടൈം ആണ്. ഇനി ടൈം ആണെങ്കിലോ പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? പാർട്ണർഷിപ്പ് ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. പറ. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങളുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നാളെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നാളെ മറ്റന്നാൾ നിങ്ങളെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മറ്റന്നാൾ വൈകുന്നേരം അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നാളെ രാവിലത്തോട് ഞാൻ ഏകദേശം ടൈം റെഡി ആയിട്ടുണ്ട് മോക്ക് ടെസ്റ്റ്. അതൊന്ന് പ്രൂഫ് റീഡ് ചെയ്തിട്ട് നാളെ രാവിലത്തിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കി തരും കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് ഒരു ക്വസ്റ്റൻ അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്തതും പിന്നെ മറ്റന്നാൾ അവിടെ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് എന്താണ് അതിന്റെ മാറ്റം എന്നുള്ളത് ശരിക്കും നിങ്ങൾ നോക്കി വെക്കുക. എന്തോന്നും ചെയ്തേ? സിമ്പിൾ ആണ്. പാർട്ണർഷിപ്പ് എപ്പോഴും സിമ്പിൾ ചോദ്യം ചോദിക്കുക. ചിലപ്പോൾ ഒന്ന് കാൽക്കുലേറ്റീവ് ആവുന്ന മാത്രമേ ഉള്ളൂ. കൺസെപ്ച്വലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻടു ടൈം. ഇവിടെ ആളുള്ളത് 2 പേരേ ഉള്ളൂ അല്ലെ? മനോജും നവീനും. ചെയ്തോക്കെ. Manoj and Naveen started a partnership business business investing some amount in the ratio 5:6. Investment ratio തന്നിട്ടുണ്ട് 5:6. ശേഖർ joined them after 6 months. ഇനി പുതിയ ഒരാൾ കൂടെ വരികയാണ്. മനോജ് നവീന് പകരം ശേഖർ എന്ന് പറഞ്ഞ ഒരാൾ കൂടെ വരുന്നുണ്ട്. ശേഖർ joined them after 6 months with an amount equal to that of Naveen. നവീൻ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതേ എമൗണ്ടിലാണ് ആരും വരുന്നത്? ശേഖറും വരുന്നത് കേട്ടോ. ഇന്നത്തെ വരെയുള്ള ടോപ്പിക്സ് ആണോ അതോ എടുക്കാത്ത ടോപ്പിക്? എല്ലാം ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ മോക്ക് ആയിരിക്കും. എടുക്കുന്ന ടോപ്പിക്കുകൾ വേറെ, ഫുൾ മോക്ക് ടെസ്റ്റ് ആണ് എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തുടക്കത്തിൽ എടുക്കാത്ത ടോപ്പിക്കുകളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പതുക്കെ അത് റെഡിയായി വരണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണ്? ശേഖർ വന്നു 6 മാസം കഴിഞ്ഞിട്ട് ഈക്വൽ ടു ദാറ്റ് ഓഫ് നവീന്റെ അതേ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആർക്കുള്ളത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്ന് പറഞ്ഞേ, മനോജ് 5 ആണ്, നവീൻ 6 ആണ്. ശേഖറോ? നവീന്റെ അതേ ഇൻവെസ്റ്റ്മെന്റ് ആണ് ശേഖറിന് എന്ന് പറഞ്ഞത്. അപ്പൊ ശേഖറും 6 ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടി 5, 6, 6. ഇനിയോ ആൻസർ പറയുന്നുണ്ട് എ അല്ലേ? ഓക്കെ. ഇനിയോ ഇൻ വാട്ട് പ്രൊപ്പോർഷൻ ഷുഡ് ദ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 1 year ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മനോജ്, നവീൻ ആൻഡ് ശേഖർ? ഏത് റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണമെന്ന ചോദ്യം. നമുക്ക് 5:6:6 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ശേഖർ 6 മാസം കഴിഞ്ഞിട്ടാ വന്നത് അല്ലെ? ഇവർ രണ്ടുപേരും മനോജും നവീനും ഫുൾ ഇയർ ഉണ്ട് അല്ലെ? ഒരു വർഷത്തെ കാര്യമല്ലേ പറഞ്ഞേ? ഇൻ വാട്ട് പ്രൊപ്പോർഷൻ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 1 year. ഒരു വർഷം കഴിഞ്ഞിട്ട് എത്ര റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്ന ചോദ്യം. അപ്പൊ ഇയാള് ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 12 മാസം അല്ലെ? ഇയാളും 12 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാളോ 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ചെയ്ത് നോക്കിയേ, ഇത്ര കിട്ടും. 6ഉം 6ഉം ഇവിടെ 6 കട്ട് ചെയ്ത് 2 ഇത്ര കിട്ടും. 5 × 2 10. ഇവിടെ 12, ഇവിടെ 6. ഇനി ഒന്നുകൂടി 2 കൊണ്ട് കട്ട് ചെയ്താൽ 5, 6, 3. ഏതാ റേഷ്യോ? 5, 6, 3 എന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണോ? ഇതൊന്നും കൂടെ സിമ്പിൾ അല്ലേ? ജസ്റ്റ് എന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഫുൾ വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളോ ഹാഫ് ഇയറിലേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചെയ്യും. എ, ബി ആൻഡ് സി ഇൻവെസ്റ്റഡ് rupees 10,000, 15,000, 20,000. നേരത്തെ 2 മോക്ക് ഇട്ടിരുന്നല്ലോ. ഓക്കെ, അത് ടോപ്പിക് വൈസ് മോക്ക് ആണ് കേട്ടോ. അത് ക്വിസ് ആണ്. അത് ഫുൾ മോക്ക് അല്ല, അത് ക്വിസ് ആണ് കേട്ടോ. അതിൽ ചില ടോപ്പിക്കിന്റെ ക്വിസ് പെൻഡിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരൊക്കെ എല്ലാവരും Tier 2 CGL Tier 2 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തിരക്കിലും കൂടിയാണ്. അപ്പൊ അവര് അടുത്ത 18-ന് 20-ന് അവരുടെ ക്ലാസ്. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള ടോപ്പിക്കിന്റെ ക്വിസുകളൊക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ് ആണുള്ളത്. ഇതൊന്നും ചെയ്തേ. ഇപ്പൊ ഇവരൊക്കെ എഴുതുന്ന പോലെ തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇതൊന്ന് പറഞ്ഞേ,
10,000, 15,000, 2,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ആഫ്റ്റർ 1 ഇയർ ഈച്ച് ഓഫ് എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് 5,000 മോർ. ഇവിടെയാണ് സംഭവം. ഇത്രയും നേരം നമ്മൾ ചെയ്തൊക്കെ എന്താണ്, ഒരേ ഇൻവെസ്റ്റ്മെന്റ് അവസാനം വരെ, ഇടയ്ക്ക് വെച്ച് വരുന്നുണ്ട് പോകുന്നുണ്ട്, അതൊക്കെ ഓക്കെ, പക്ഷെ ഒരേ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് ഫുള്ള് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആദ്യത്തെ ഒരു വർഷം 10,000, 15,000, 20,000 ആയിരുന്നു. പക്ഷെ പിന്നെ പറയുന്നുണ്ട് ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ എയും ബിയും എന്ത് ചെയ്തു, 5,000 കൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ സി ആണെങ്കിലോ വിത്ഡ്രൂ 10,000. ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് 10,000 തിരിച്ചു പിടിച്ചു. രണ്ടുപേര് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോയി. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ, ബി ആൻഡ് സി ആഫ്റ്റർ 3 ഇയേഴ്സ് ഫ്രം സ്റ്റാർട്ടിങ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് റേഷ്യോയിൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന ചോദ്യം. എപ്പോ? 3 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ടൈം എത്രയാണ്? 3 വർഷമാണ് ടോട്ടൽ. നോക്കിയേ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് 10,000, പിന്നെയോ 15,000, പിന്നെയോ 20,000. ഈ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവരും ഒരേ ഒരു വർഷത്തേക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് 10,000 × 1, 15,000 × 1, 20,000 × 1 അല്ലെ, ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ എ എന്ന് പറഞ്ഞ ആള് ബി എന്ന് പറഞ്ഞാലും 5,000 കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 10,000 ഉള്ളത് എന്തായി? 15,000 ആയി. ഇയാൾക്കോ 15,000 ഉള്ളത് 20,000 ആയി. പക്ഷെ ഇവിടെ സി എന്താ സംഭവിച്ചത്? ഓൾറെഡി ഉള്ളത് 10,000 എടുത്തു പോയി എന്നാ പറഞ്ഞല്ലേ. അപ്പൊ എത്ര കിട്ടും? ഓൾറെഡി 20,000 ഉള്ളത്, അതിന് 10,000 പോയാൽ ബാക്കി 10,000 ഉള്ളൂ. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് ഇവർ എത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയേ? ടോട്ടൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ആഫ്റ്റർ 3 ഇയേഴ്സ് ഫ്രം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഓൾറെഡി ഒരു വർഷം ഇത് ഇൻവെസ്റ്റ് ചെയ്തു, ബാക്കി 2 വർഷമാണ് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ × 2 × 2 × 2 ഇങ്ങനെ നമ്മൾ എഴുതി. ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് 10,000 ഒരു വർഷത്തേക്ക്, 15,000 ഒരു വർഷത്തേക്ക്, 20,000 ഒരു വർഷത്തേക്ക്, പിന്നെയാണെങ്കിലോ 15,000 2 വർഷത്തേക്ക്, 20,000 2 വർഷത്തേക്ക്, 10,000 2 വർഷത്തേക്ക്. അപ്പൊ ഇവരുടെ ടോട്ടൽ റേഷ്യോ കാണാൻ ഒന്നും ചെയ്യേണ്ട, ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ രണ്ടും ആഡ് ചെയ്യുക, ഇത് രണ്ടും ആഡ് ചെയ്യുക. ആ റേഷ്യോയിൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് ഇവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് ഇവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. നോക്കിയേ, ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം കട്ട് ചെയ്ത് കളയാം. എല്ലാത്തിലും ഒരു 3 0 കട്ട് ചെയ്ത് കളയാം അല്ലെ. 3 0 കളഞ്ഞാൽ ബാക്കി എന്തുണ്ട് ഇവിടെ? ഇനിയോ എല്ലാത്തിനും ഒരു 5 കട്ട് ചെയ്യാം അല്ലെ. ഇവിടെ 5 കട്ട് ചെയ്താൽ 2 ആണ്, ഇവിടെ 5 കട്ട് ചെയ്താൽ 3 ആണ്, ഇവിടെ 5 കട്ട് ചെയ്താൽ 3 ആണ്, ഇവിടെ 5 കട്ട് ചെയ്താൽ 4 ആണ്, ഇവിടെ 10 5 കട്ട് ചെയ്താൽ 2 ആണ്, 20 5 കട്ട് ചെയ്താൽ 4 ആണ് അല്ലെ. നോക്കിയേ, ഇനി ബാക്കി എന്താ ഉള്ളത്? 2 × 1 2 + 3 × 2 3 × 2 ആണ് 6 6 + 2 എത്ര കിട്ടി? 8 കിട്ടി അല്ലെ. ഇവിടെയോ 4 × 2 8 8 + 3 എത്രയാണ്? 11 ആണ്. ഇവിടെയോ 4 × 1 4 ആണ്, 2 × 2 4 ആണ്, 4 + 4 8 ആണ്. ഇത്ര റേഷ്യോ 8:11:8. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെയും ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ടൈമിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതുക, എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് പലപ്പോഴും ചോദിക്കാം. ചിലപ്പോൾ ഒരേ സമയത്തായിരിക്കും. ചിലപ്പോൾ അറിയാം 6 മാസം കഴിഞ്ഞിട്ട് എ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, 7 മാസം കഴിഞ്ഞിട്ട് ബി എത്ര ഇൻവെസ്റ്റ് ചെയ്തു, 8 മാസം കഴിഞ്ഞപ്പോൾ ബി എത്ര എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ എടുത്ത് എഴുതുക, ലാസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? അതും ചെയ്തേ. എ ബി സി invested in a business in the ratio 7:8:15. They get an annual profit of ₹836,000. If A and C have withdrawn their money in 3 months and 7 months respectively, then find the difference between the profit shares of A and C. ഇത് സിമ്പിൾ ആണ്. ചെയ്തേ. ഇത് നിങ്ങൾ ഒറ്റ ചെയ്തേ. എല്ലാവരും ചെയ്യും. അതാ വേണ്ടി ഞാൻ ചെയ്യാം. പെട്ടെന്ന് ചെയ്യും എല്ലാവരും. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ തന്നിട്ടുണ്ട്. If A and C withdrawn their money in 3 months and 7 months respectively. ഒരു വർഷത്തെ കാര്യം ഒരു വർഷം എടുത്താൽ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വർഷം എടുത്താൽ മതി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം 3 വർഷം പ്രത്യേകം പറഞ്ഞാൽ മാത്രം ആ വർഷത്തേക്ക് എടുത്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എടുക്കുക. ഒരാളും പറ റേഷ്യോ എന്താ? അല്ല, ആൻസർ എന്താ? എൻ്റെയും സിന്റെയും പ്രോഫിറ്റ് ഷെയറിന്റെ ഡിഫറൻസ് എത്രയാണെന്നാ ചോദ്യം. അതിനാദ്യം പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുള്ളത് കാണണം. ഒരാളില്ലേ? 1 മിനിറ്റ് ഒക്കെ മതി ഇട്ടത് ചെയ്യാനും. ഇനി വാല്യൂസ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണോ പ്രവിധ പറയുന്നു ഡി? ഓക്കെ, നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം പ്രോഫിറ്റ് റേഷ്യോ കാണണം അല്ലെ. ആരൊക്കെയുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 7:8:5 ആണ്. ഇനിയോ
ഇനി ടൈമിന്റെ റേഷ്യോ അല്ലെ, പറയുന്നുണ്ട് എ 3 മാസം കഴിഞ്ഞപ്പോഴും സിയോ 7 മാസം കഴിഞ്ഞപ്പോഴും വിഡ്രോ ചെയ്തതാണ്. അപ്പൊ ഇയാള് ഈ എ എന്ന് പറഞ്ഞ സാധനം 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സി എന്ന് പറഞ്ഞ ആളോ എത്ര മാസത്തേക്കാ? 7 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നടുവിലുള്ള ആള് ഫുൾ ഒരു 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇയാൾ 3 മാസം, ഇയാൾ 12 മാസം, ഇയാൾ 7 മാസം. ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയേ, ഇനി അതിന് കട്ട് ചെയ്ത് കളയണ്ടോ? ഇല്ല. 7 × 3 21, 12 × 8 96, 5 × 7 35. ഈ റേഷ്യോയിലായിട്ട് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് പ്രോഫിറ്റ്? ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 83600. ടോട്ടൽ പ്രോഫിറ്റ് എത്ര നോക്കിയേ? 90, 30, 120, 140, 145, 151, 152. ടോട്ടൽ 152 യൂണിറ്റ് ആണ് ക്വസ്റ്റനിൽ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ക്വസ്റ്റനിൽ എത്രയാണ്? 83600. നമുക്ക് വേണ്ട എന്താ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ് ഷെയർസ് ഓഫ് എ ആൻഡ് സി. എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, 35ഉം 21. ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് 14 യൂണിറ്റ്. ഇതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്ന് 152 ഇൻറ്റു എന്താണെന്ന് കിട്ടൂല. അപ്പൊ ജസ്റ്റ് നോക്കുക, 152 യൂണിറ്റ് 83600 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്താ? 83600 ഡിവൈഡഡ് ബൈ 152. ഇതാണ് ഒരു യൂണിറ്റ്. ഇൻറ്റു 14 ചെയ്താൽ 14 യൂണിറ്റ് കിട്ടും. ഈ വാല്യൂ എത്രയാണെന്നാ ചോദ്യം. ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? ആദ്യം നമുക്ക് ചെറുതാക്കി നോക്കാം അല്ലെ. ഇത് 7, ഇതെന്ത് കിട്ടും? പകുതി എടുത്താൽ 76. ഇനിയോ 836. ബാക്കി ഈ 0 നോക്കണ്ട. 836/76. കാരണം എന്തായാലും ഇതിൽ പോകണം. ഈ 7 ഈ 76 ഏതായാലും 7ൽ പോകില്ല. പിന്നെ ഇതിൽ പോകണം അല്ലെ. നോക്കിയേ, ഒരു ബൈ 2 എടുത്ത് നോക്കിയാൽ നമുക്ക് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? 83600 ഡിവൈഡഡ് ബൈ 76 × 7 അല്ലെ. ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. ഈ സാധനം തന്നെയാണ്. ഒന്നുകൂടി ചെറുതാക്കി നോക്കിയേ, എത്ര കിട്ടും? 836ന്റെ പകുതി എത്രയാണ്? 418. ഇതിന്റെ പകുതി 38. ഒന്നും കൂടി ചെറുതാക്കിയാലോ? ഇതിന്റെ പകുതി 209 ആണ്. ഇതിന്റെ പകുതി 19 ആണ്. ഇവിടുന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റണം. ഇത് 19, ഇത് 19 × 11 ആണ് അല്ലെ. അപ്പൊ ഇതും കട്ട് ചെയ്താൽ എത്ര കിട്ടും? 11 കിട്ടും. 11 × 7 77. പിന്നെ ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ 7700 ആണ് ഡിഫറൻസ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റൻ നേരത്തെ വിട്ടുപോയിട്ട് അല്ലെ, അത് കൂടെ ചെയ്യാം. ഏജിന്റെ പ്രോബ്ലം അത് പിന്നെ പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതൊന്നും ചെയ്ത് നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കിയേ. 3 times the present age of Sujata is 5 years more than 2 times the present age of Vanida. After 3 years, 3 times the age of Vanida will be 4 years less than 4 times the age of Sujata. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. പക്ഷെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. വേറെ ഷോർട്ട് കട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഡയറക്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. 2 ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്താൽ മതി. സുജാതെ വനിതയാണല്ലോ അല്ലെ. സുജാതെ വനിത. അവരുടെ ഇപ്പത്തെ വയസ്സ് നമ്മൾ എക്സും വൈയും എടുക്കുക. ചെയ്ത് നോക്കിയേ. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. എന്ന് പറഞ്ഞാൽ എന്താ? വനിത ഈസ് കെ ഇയേഴ്സ് ഓൾഡർ ദാൻ സുജാത. വനിതയാണ് ആര്? എൽഡർ അല്ലെ. അപ്പൊ y - x വാല്യൂ ആണെന്ത്? ഡിഫറൻസ് അല്ലെ. അതാണ് കെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ, ഇവർ തമ്മിൽ വയസ്സിന്റെ ഡിഫറൻസ് എത്രയാണ് ചോദ്യം. അതാണ് ഇവിടുത്തെ കെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം 2 ഇക്വേഷൻ എഴുതി നോക്കാം അല്ലെ. 3 times the present age of സുജാത. സുജാതന്റെ പെർസെന്റേജിന്റെ 3 times ആണ് 3x. ഈസ് 5 years more than 2 times the present age of വനിത. വനിതന്റെ പെർസെന്റേജിന്റെ 2 ടൈംസിനെക്കാളും 5 കൂടുതലാണ്. എന്താണ്? 2y + 5. ഇതാണ് ഒരു കണ്ടീഷൻ അല്ലെ. ഇനി അടുത്തോ, ആഫ്റ്റർ 3 years. ആഫ്റ്റർ 3 years പറയുമ്പോൾ എന്താ സംഭവിക്കും നോക്കിയേ. ഇതാണ് ഒരു ഇക്വേഷൻ കേട്ടോ. ആഫ്റ്റർ 3 years പറയുമ്പോൾ ഇയാളുടെ വയസ്സ് x + 3 ആവും. ഇയാളുടെ വയസ്സോ y + 3 ആവും. ഓക്കെ ആണോ? ഇനിയോ ആഫ്റ്റർ 3 years 3 times the age of വനിത. 3 times the age of വനിത എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ 3 times അല്ലെ. y + 3ന്റെ 3 times എത്ര കിട്ടും? 3y + 9 അല്ലെ. ഇതിന്റെ 3 times പറഞ്ഞാൽ 3y + 9 ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? 3 times the age of വനിത will be 4 years less than 4 times the age of സുജാത. സുജാതന്റെ വയസ്സിനെക്കാളും 4 വയസ്സ് കുറവാണ് അല്ലെ. അപ്പൊ സുജാതന്റെയോ 4 times the age of സുജാത. ഇതിന്റെ 4 times പറഞ്ഞാൽ 4x + 12 ആണ്. അതിനേക്കാളും എന്താണ്? 4 കുറവാന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്തിനാ x - y കാണണം. സോൾവ് ചെയ്ത് നോക്കിയേ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് നോക്കാം. ഇവിടെ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ മാറ്റി എന്ത് കിട്ടും? 3x - 2y = 5 എന്ന് കിട്ടും. ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷൻ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ ചെയ്ത് എക്സിന്റെ ടേംസിൽ മാറ്റി നോക്കിയേ. ഇവിടെ എന്ത് കിട്ടും?
4x 3y അപ്പുറം ഒരു -3y അല്ലേ? 4x - 3y എത്ര കിട്ടും? ഇവിടെ എന്താണ് 12 - 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 അപ്പുറം പോകുമ്പോൾ 9 - 8 എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ 4x - 3y എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 1 ആണോ -1 ആണോ? ഓക്കെ, അപ്പൊ നോക്ക് അല്ലെ, 4x - 3y എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നോക്കിയേ, ഇനി ഇത് കുറച്ച് നോക്കിയേ, നമുക്ക് വേണ്ടത് സുജാതന്റെയും വനിതന്റെയും ഏജിന്റെ ഡിഫറൻസ് ആണ്. അതായത് ഇയാളാണ് എൽഡർ, y - x ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്നെങ്കിൽ ഇത് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് ഡിഫറൻസ് എടുത്ത് നോക്കിയേ. 4x - 3x എന്ന് പറഞ്ഞാൽ x ആണ് അല്ലെ? 3y - 2y എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പൊ x - y എന്ത് കിട്ടി? 1 - 5 എന്ന് പറഞ്ഞാൽ -4 കിട്ടി. നമുക്ക് വേണ്ടത് x - y അല്ല, y - x ആണ്. അപ്പൊ ജസ്റ്റ് ഇതിനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? y - x എന്ന് പറഞ്ഞാൽ ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 × -1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഏതാ ആൻസർ? ഓപ്ഷൻ സോറി -1 അല്ല, 4 ആണ് അല്ലേ? 4 ആണ് ആൻസർ. ഏതാ ഓപ്ഷൻ? ബി ആണ് ആൻസർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് കാണാം. ഇനി ഇവിടുന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് 4x - 3x 3y - 2y ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ സോൾവ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ എന്തെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് പറഞ്ഞേ, കമന്റ് ചെയ്ത്. എന്തെങ്കിലും പുതിയ മെത്തേഡോ കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചോ എന്നുള്ള ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡൊക്കെ പഠിച്ചില്ലേ? അതൊക്കെ നല്ലൊരു മെത്തേഡ് ആട്ടോ. ഒരുപാട് ഓർത്ത് വെക്കുക. ഏതെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവര് റെഡിയാണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തുടക്കത്തിലുള്ളവർ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മളല്ലേ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് ഇവിടെ നിർത്തി പോരുത് കേട്ടോ. പിന്നെ വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കണം. അപ്പൊ നാളെ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതെന്ത് ചെയ്യുക, എല്ലാവരും മറ്റന്നാൾ വൈകുന്നേരത്തിനുള്ളിലായിട്ട് അത് ചെയ്ത് നോക്കുക. എന്നിട്ട് മാർക്ക് നോക്കുക, എങ്ങനെയാണ് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക്. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ട് പോവാം. എന്തായാലും ചിലപ്പോൾ എവിടെയെങ്കിലും എങ്ങനെ ചെയ്താലും കുറച്ച് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അവിടെ ഒക്കെ ആയിട്ട്. കാരണം നമ്മൾ വലിയ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ആണ്. അപ്പൊ പിന്നെ നമ്മൾ പറയാനല്ലോ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പറയാം, നമുക്കത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ മറ്റന്നാൾ വൈകുന്നേരം ഇതിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.